ഒരുപക്ഷെ അതിലൊരു കാലഘട്ടത്ത് ഉള്ളവർ തന്നെ ആയിരുന്നിരിക്കണം, അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെ ഒരു പുതിയ വ്യക്തിയോട് എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ കൂടെ ഈ സുപ്രഭാതത്തിലെ ഉറക്കക്ഷീണമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടെ സൂമിലേക്ക് വന്നിരിക്കുന്നവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ദൗത്യം ആരംഭിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റും നമ്മൾ കണ്ണോടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ തന്നെ ജീവിതത്തിലോട്ട് കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നതും ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നതും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, അല്ലെ? എന്താണ് പ്രധാനപ്പെട്ട രണ്ട് കാര്യം? ഒന്നാമത്, വീട്ടിൽ ഒരാള് ഹോസ്പിറ്റലിലായാൽ സമാധാനം പോയി, ഒരു അസുഖം വന്നാൽ സമാധാനം പോയി. രണ്ട് കാര്യം: ഒന്ന് രോഗപീഠ, രണ്ട് സാമ്പത്തിക പ്രതിസന്ധി. എത്ര വലിയ കോടീശ്വരനെയും ഒരു ദരിദ്രനാക്കാനായിട്ട് ഇന്നൊരു രോഗത്തിന് സാധിക്കുമെന്ന് പല മഹത് വ്യക്തികളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓരോരുത്തരും അത് പറയുന്നുണ്ട്, വ്യക്തികൾ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. കാരണം നമുക്കറിയാം, ഒരു രോഗം മതി നമ്മുടെ എല്ലാ ബാങ്ക് ബാലൻസും ക്ലിയർ ആയി കിട്ടാൻ, അല്ലെ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വേദന നമുക്ക് ഇന്നുള്ളത്, നമ്മൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾ എന്ന് പറയുന്നത് ആരോഗ്യവും സമ്പത്തും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനവും സന്തോഷവും താനെ വന്നുകൊള്ളൂ, അല്ലെ? ഒരു ദൈവവിശ്വാസമുള്ള, ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക്, ഒരു നല്ലൊരു വ്യക്തിക്ക്, ഒരു നല്ല ക്യാരക്ടറുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് സമ്പത്തും ആരോഗ്യവും ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്മയുള്ള വ്യക്തിക്ക് കേട്ടോ. എല്ലാവർക്കും ആരോഗ്യം സമ്പത്തും കിട്ടുകൊണ്ടൊന്നും ഗുണമില്ല. മനസ്സിൽ നന്മയും സ്വന്തം വ്യക്തിത്വത്തെ കുറിച്ചും സ്വന്തം സൃഷ്ടാവിനെ കുറിച്ചും ബോധ്യവുമുള്ള നല്ല വ്യക്തിത്വത്തിന് ഉടമകളായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ആരോഗ്യവും സമ്പത്തും ഉണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും വ്യക്തി ജീവിതവും കുടുംബജീവിതവും സമൂഹ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അവിടെ പ്രായം ഒരു നമ്പറാണ്. അല്ലാത്ത സ്ഥലങ്ങളിൽ പ്രായം നമ്പറല്ല, പ്രായം തന്നെയാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു സമാധാനപരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആവശ്യമാണ് നമുക്ക് സമ്പത്തും ആരോഗ്യവും. ഇത് രണ്ടും ഒരുമിച്ച് എവിടെ നിന്ന് കിട്ടും? ഞാൻ വളരെ ചെറുതിലേ തൊട്ട് തന്നെ ഒരു രോഗിയായിരുന്ന വ്യക്തി ആയിരുന്നത് കൊണ്ട് തന്നെ എന്റെ എപ്പോഴും പ്രിഫറൻസ് എന്ന് പറയുന്നത് ആരോഗ്യം എവിടെ നിന്ന് കിട്ടും, ആരോഗ്യം എവിടെ നിന്ന് കിട്ടും. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് ആരോഗ്യ മാസികകളാണ്. കൊച്ചുനാളിൽ മുതൽ തന്നെ വായനാശീലം നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ ആരോഗ്യ മാസികകൾ, ഹെൽത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ആണ് ഞാൻ എപ്പോഴും വായിക്കാറ്. കാരണം എന്റെ ലക്ഷ്യം ആരോഗ്യത്തോടുകൂടെ ജീവിക്കണം. ഒരു 18-19 വയസ്സിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ 3 കൊല്ലമെങ്കിലും മരുന്നില്ലാതെ ജീവിക്കാൻ എനിക്ക് പറ്റിയെങ്കിൽ മരിക്കണേലും മുൻപെന്ന്. ഇപ്പൊ ഞാനത് ദൈവത്തിനോട് പറഞ്ഞു, മാച്ച് കളഞ്ഞോളാൻ പറഞ്ഞു. 3 കൊല്ലമായിട്ടോ ഞാനിപ്പോ മരുന്നില്ലാണ്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞ അറിവില്ലാത്ത കാലത്ത് പറഞ്ഞത് ദൈവമേ അത് മാച്ച് കളയണമെന്ന് പറഞ്ഞു. ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്നെത്തിച്ച, എന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ എനിക്ക് അവസരം തന്നൊരു അവസരമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ബൈ ദ വേ, ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഞാൻ ഷിൻസി ടീച്ചർ, തൃശ്ശൂർ ഒല്ലൂരിന്നാണ്. എന്നെ പലർക്കും അറിയാമെന്ന് കരുതുന്നു, ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തിയതാണ്. ഓക്കെ. അപ്പോ നമുക്ക് ആരോഗ്യവും സന്തോഷവും എങ്ങനെയാണ് ഈ ബയോട്ടറിൽ തരുന്നത്? ഈ പ്രൊഡക്റ്റ് അതിനുള്ളൊരു അന്വേഷണത്തിലാണ് നമ്മൾ ഈ ബയോട്ടറിലേക്ക് എത്തിച്ചേർന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ആരോഗ്യം കിട്ടണം, അതോടൊപ്പം തന്നെ സമ്പത്തും കിട്ടണം. ജോലി ചെയ്തതൊക്കെ കിട്ടി കാശ് മുഴുവൻ മരുന്നിന് ചെലവാക്കിയ ഒരു വ്യക്തിയാണ്. ജീവിതകാലത്ത് ഞാൻ സമ്പാദിച്ചതും എന്റെ ഹസ്ബൻഡ് സമ്പാദിച്ചതുമായിട്ടുള്ള എല്ലാ ശമ്പളം എന്ന് പറയുന്ന സംഭവം മൊത്തം മരുന്നിന് വേണ്ടി ജീവിതത്തിൽ ചെലവാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് അറിയാം, ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അത് രണ്ടും നൽകുന്ന ഒരു അവസരമാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ അവസരം നമുക്ക് തന്നത് ഡോക്ടർ സാഗർ ജോഷിയാണ്. ഇനി എങ്ങനെയാണ് ഈ അവസരം നമുക്ക് ഉപയോഗപ്രദമാകാം എന്ന് നോക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അനുദിന ജീവിതത്തിൽ, അതായത് ജീവനുള്ളവയുടെ എല്ലാം ജീവസന്ധാരണത്തിനായിട്ട് 5 ഘടകങ്ങൾ ആവശ്യമുണ്ട്. 5 ഘടകങ്ങൾ. ജീവനുള്ളവയുടെ എല്ലാം ജീവസന്ധാരണം, ജീവന്റെ നിലനിൽപ്പിനായിട്ട് 5 ഘടകങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ കൊച്ചുനാളിൽ പഠിക്കുന്നതാണ്, ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാണ്. ഒന്ന്, ജീവവായു. അതുകൊണ്ട് മലിനമായ വായുവല്ല, ജീവവായു. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ശ്വാസം കിട്ടാതെ വളരെ ബുദ്ധിമുട്ടിയിരുന്ന കാലത്ത് എന്നോട് കളിയാക്കിയിട്ടാണ് കേട്ടോ, എന്നോട് എൻ്റെ റിലേറ്റീവ്സ് പറയാറുണ്ട്, ഷിൻസി ഡൽഹിയിലൊക്കെ ഇപ്പോ ഓക്സിജൻ സിലിണ്ടർ കയ്യിൽ വാങ്ങിക്കാൻ കിട്ടും, നീ അത് കൈ പിടിച്ച് നടന്നോട്ടാന്ന്. ആത്മാർത്ഥമായിട്ടൊന്നല്ല, പരിഹസിച്ചുകൊണ്ടാ പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്.
സംഭവം ശരിയാണ്. ഇപ്പൊ എനിക്കറിയില്ല എവിടെയൊക്കെ ഉണ്ടെന്ന്. എന്നോട് പറഞ്ഞ വ്യക്തി എനിക്ക് തെളിവ് സഹിതം കാട്ടി തന്നുണ്ട്. ഓക്സിജൻ സിലിണ്ടർ ചെറുതായിട്ട് കൈപിടിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളർന്നു കഴിഞ്ഞപ്പോൾ, അതാണ് പറയുന്നത്, ശുദ്ധവായു കിട്ടാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നമ്മൾ. അപ്പൊ നമുക്ക് വേണ്ടത് ജീവവായുവാണ്. കാരണം ജീവവായുവാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്, ജീവൻ നിലനിർത്താൻ വേണ്ട വായു. ആ ശുദ്ധവായു ശ്വസിക്കാനായിട്ട് സാധിക്കണം. ദൈവാനുഗ്രഹത്തില് കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് ചില ഏരിയകളിൽ ഇല്ല കേട്ടോ, എന്നാലും ഒട്ടുമിക്ക നമുക്ക് എല്ലാവർക്കും ശുദ്ധവായു ഉണ്ട്. ചില ഏരിയകളിൽ ഇല്ല എന്ന് പറയാൻ കാരണം, ഞാൻ രാജഗിരി ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ചില സ്ഥലങ്ങളില് വർക്കിനായി പോയപ്പോ അവിടെ പലർക്കും രോഗങ്ങൾ വന്നത് ആ ഏരിയയില് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. സ്പേസ് രാജഗിരിയുടെ ഓപ്പോസിറ്റില് ഒരു പാകിസ്ഥാൻസ് ഉള്ള ഒരു പേഷ്യന്റിനെ കാണാൻ പോയപ്പോ അവിടെയുള്ളവര് പറഞ്ഞത്, ആ ഷാജു അതാണ് കുറെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയ ആണ്, അവിടെ പറഞ്ഞത് അവിടെ ശുദ്ധവായു ഇല്ലാത്തത് കൊണ്ട് പലരും അവിടെ നിന്ന് വീട് മാറി പോകുക എന്ന് പറഞ്ഞു. കെമിക്കൽ ഫാക്ടറീസിന്റെ മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളല്ല. എന്നിരുന്നാലും ഒരു 90% സ്ഥലങ്ങളിലും ജീവിക്കുന്ന കേരളീയരായി നമുക്ക് ശുദ്ധവായു ലഭിക്കുന്നുണ്ട്, അല്ലെ? കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ പണം കൊടുത്ത് വാങ്ങിക്കുന്നില്ല, അത് ഉറപ്പാണ്. അപ്പൊ ശുദ്ധവായു വേണം, അതായത് ജീവവായു. അടുത്ത ഘടകം നമുക്ക് വേണ്ടത് ജീവജലമാണ്. ദൈവം സമൃദ്ധമായിട്ട് നമുക്ക് ജീവജലം ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെടുത്ത് ഉപയോഗിക്കാനുള്ള വഴികളും നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെ? വളരെ പണ്ട് മുതൽ തന്നെ നമ്മുടെ പൂർവികര് പാടത്തും പറമ്പിലും കൃഷിയിടങ്ങളിലൊക്കെ ഈ സമയത്ത് അവർ ഇറങ്ങും. 6 മണിക്കാവുമ്പോ എന്താ പറയാ, കൃഷിയിടങ്ങളിലൊക്കെ ഒന്ന് ഇറങ്ങുന്ന സമയത്ത്, അത് കഴിഞ്ഞിട്ട് അവര് മുഖം കഴുകാനായിട്ടും അനുദിന ജീവിതചര്യകൾക്കുമായിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഉപയോഗിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഒരു പക്ഷേ ഈ സൂമിലിരിക്കുന്ന പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പുറത്തു പോയി നടന്നു വരുമ്പോൾ കിണറ്റിൽ നിന്ന് കോരിയ വെള്ളം, ഒരുപക്ഷെ അമ്മയോ പെങ്ങളോ ഒക്കെ കോരി വെച്ചിണ്ടാവും. അന്നൊക്കെ കോരി വെക്കുന്ന സ്വഭാവമുണ്ട്. പക്ഷെ എന്നിരുന്നാലും കിണറ്റിൻകരയിൽ പോയി വെള്ളം കോരി ഉപയോഗിച്ചിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാകും. ആ വെള്ളം ഉപയോഗിച്ച് കൈകാലുകളൊക്കെ കഴുകി ശരീരം ശുചിയാക്കി മുഖമൊക്കെ കഴുകി വരുമ്പോൾ കിട്ടുന്നതായ ഒരു എനർജി ഇന്ന് നിങ്ങള് ബാത്റൂമില് ഷവറിന്റെ അടിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ടോ? അത് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ആ കിണറ്റിലെ വെള്ളം എന്ന് പറയുന്നത് ജീവജലമാണ്. ദൈവം സൃഷ്ടിച്ച ഭൂമി എന്ന് പറയുന്ന മാഗ്നറ്റിക് കോമ്പൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയി കിടക്കുന്ന ജലമാണ്, ജീവജലമാണ് കിണറ്റിലുള്ളത്. നമ്മൾ ഷവറിൽ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ ബാത്റൂമിൽ കുളിക്കുമ്പോൾ, വെള്ളം ചൂടാക്കി കുളിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന വെള്ളം, ഇന്നലെ ടാങ്ക് നമ്മൾ എല്ലാവരും വാട്ടർ ടാങ്ക് അടിച്ചു നിറച്ചിട്ടുണ്ട്. കാരണം ഇന്ന് കറണ്ട് പോയാൽ രാവിലെ വെള്ളം ഉണ്ടാവില്ല, അല്ലെ? ഇപ്പൊ ഭൂമി എന്ന് പറയുന്ന മാഗ്നറ്റിക് കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു കടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ വെള്ളമാണ് നമ്മൾ ഇന്നത്തെ പ്രഭാത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചത്. അപ്പൊ എന്താ ഉണ്ടാവുക? അതിൽ ആ മാഗ്നറ്റിക് എനർജി ഇല്ല. ഇനി അത് പോട്ടെ, രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് ജീവിതം ആരംഭിക്കണം എന്നറിയുന്ന പ്രബുദ്ധ കേരളീയരായ വിദ്യാഭ്യാസമുള്ളവരൊക്കെ, അറിവുള്ളവരാണ് നമ്മൾ എല്ലാവരും. എന്താ ചെയ്യണേ? രാവിലെ തന്നെ വെള്ളമെടുക്കുന്നു, പിടിക്കുന്നു, വെള്ളമെടുക്കുന്നു, തിളപ്പിക്കുന്നു, അതിൽ മഞ്ഞളിടുന്നു, അതിടുന്നു, ഇതിടുന്നു, തിളപ്പിച്ച വെള്ളം നമ്മൾ കുടിക്കുന്നു, അല്ലെ? എന്തുണ്ടാകുന്നു? അതിൽ ഓൾറെഡി മാഗ്നറ്റിക് കോമ്പൗണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിലുള്ള ജീവലവണങ്ങൾ എന്ന് പറയാം, അതായത് ജീവൻ പ്രദാനം ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ജീവന്റെ നിലനിൽപ്പിന് നമ്മളെ സഹായിക്കുന്ന ലവണങ്ങള്, ഘടകങ്ങള്, സോളുബിൾ, വെള്ളം തിളച്ചാൽ കേടാവുന്ന കുറെ ലവണങ്ങളുണ്ട്, കുറെ ധാതു ലവണങ്ങൾ, മൈക്രോ ഘടകങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെ നശിച്ചു ഡെഡ് വാട്ടർ ആയിട്ട് മാറി. നമ്മൾ അതിൽ അല്പം മഞ്ഞപ്പൊടിയും ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് സ്വല്പം തേനൊക്കെ ഒഴിച്ച് ആരോഗ്യത്തിന് വേണ്ടി പ്രബുദ്ധരായിട്ട് അത് കഴിക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താണ്? അതേസമയം കിണറ്റിൻകരയിൽ പോയി നേരിട്ട് വെള്ളം കോരി കുടിച്ചു നോക്കിയ നിങ്ങള്, അതിന്റെ റിസൾട്ട് ഇതിന് കിട്ടോ? ഇല്ല. പക്ഷെ നമ്മൾ എപ്പോഴോ പനി വന്ന് അല്ലെങ്കിൽ എപ്പോഴോ ഒരു അസുഖം വന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട്, നമ്മളോ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും. അന്ന് ഡോക്ടർ പറഞ്ഞു എന്ത്? തിളപ്പിച്ച വെള്ളം കുടിക്കണമെന്ന്. ഡോക്ടർ പറഞ്ഞത് കറക്റ്റ് ആണ്. രോഗാവസ്ഥയിലുള്ള ഒരു വ്യക്തിക്ക് അവർക്ക് ആ സമയത്ത് ഒരു പ്രിവെൻഷൻ കിട്ടാൻ ആ മെഡിസിൻ കഴിക്കണ കാലഘട്ടത്തില് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. അസുഖം മാറി, പനി മാറി, വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന സ്വഭാവം, പനി മാറിയപ്പോ ഗുളിക നിർത്തി നമ്മള് ഭയങ്കര അറിവുള്ളവരായതുകൊണ്ട് വെള്ളം തിളപ്പിച്ച് തന്നെ ഉപയോഗിക്കുള്ളൂ. എന്തേ ഗുളിക കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാത്ത? അസുഖം വരാതിരിക്കാൻ ഗുളിക നിർത്തിയില്ലേ ഡോക്ടറെ അടുത്ത് പോയിട്ട് പനി മാറിയപ്പോ? പക്ഷെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കും. ആരോഗ്യ മേഖലയിലുള്ളവര് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാ. അവര് അസുഖം വരുന്ന സമയത്താ പറയണുള്ളൂ വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാൻ. പക്ഷെ നമ്മള് 365 ദിവസവും വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കും. നമ്മുടെ ധാരണ അത് നമ്മളുടെ അറിവാണെന്നാണ്.
നമ്മുടെ അറിവില്ലായ്മയെ അറിവായിട്ട് കണക്കാക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന്. ആ അറിവില്ലായ്മയെ അറിവായിട്ട് കണക്കാക്കുക മാത്രമല്ല, അതിനെ അംഗീകരിക്കാനും ആരെങ്കിലും തിരുത്താൻ തയ്യാറുണ്ടെങ്കിൽ അംഗീകരിക്കാനും തയ്യാറല്ല ഇന്നത്തെ സമൂഹം. കാരണം എല്ലാവരും എഡ്യൂക്കേഷൻ ഉള്ളവരാണ്, പ്രബുദ്ധരാണ്, അറിവുള്ളവരാണ്. അപ്പൊ ആർക്കും ആരാലും തിരുത്തപ്പെടാനും ഇന്ന് ആഗ്രഹമില്ല. അപ്പൊ നമ്മൾ ഈ സൂമിലിരിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് കിണറ്റിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം നേരിട്ട് ഓരോ നിമിഷവും കുടിക്കാൻ സാധിക്കുമെങ്കിൽ എനർജറ്റിക് വാട്ടർ ആണ്, ഞാൻ അതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അന്ന് പോസിബിൾ ആണോ? അല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും വെള്ളം കുപ്പി ഇങ്ങനെ കൈപിടിച്ച് നടക്കും അല്ലെ? നമ്മളെപ്പോഴും വെള്ളം കുപ്പി കൈപിടിച്ച് നടക്കും. ഒരു മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ അല്ലാത്തവരും വെള്ളം കുപ്പി കൈപിടിച്ച് നടക്കുന്നുണ്ട്, അവർക്ക് വെള്ളത്തിന്റെ മാഗ്നറ്റിക് എനർജി കിട്ടുന്നില്ല. അപ്പൊ ഇനി വെള്ളത്തെ കുറിച്ച് അടുത്തായിട്ട് പിന്നെ പറയാം. അപ്പൊ പറഞ്ഞു ജീവവായു വേണം, ജീവജലം വേണം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്, ഇത് രണ്ടും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നില്ല കേട്ടോ. വെള്ളം വാങ്ങിക്കുന്നവരുണ്ട്, വാങ്ങിക്കാതെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അടുത്തതും നമുക്ക് 10 പൈസ ചെലവില്ലാത്ത കാര്യമാണ്, സൂര്യപ്രകാശം. മുറ്റത്ത് ഇറങ്ങാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. പണ്ടൊക്കെ നമ്മള് രാവിലെ എഴുന്നേറ്റ ആദ്യം തന്നെ വാതിലുകളും ജനലുകളൊക്കെ തുറന്നിടും. എന്തിനാണ്? പ്രകാശം, സൂര്യപ്രകാശം നമ്മുടെ വീട്ടിലേക്ക് കടക്കാനായിട്ട്. നടവാതിലിലൂടെ കടന്ന് ജനലിലൂടെ കടന്നു പോകുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. വായുസഞ്ചാരമുള്ള വീടുകളിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും താമസിക്കുന്നത്. പക്ഷേ നമ്മളാരും ജനല് തുറന്നിടാൻ തയ്യാറില്ല. പിന്നെ എന്താ ഉപയോഗം ജനൽ കൊണ്ട്? അപ്പൊ അതിന്റെ ഉള്ളിൽ കിടന്ന് ശ്വാസം മുട്ടാണ്, ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ ആ സ്വഭാവം നമുക്കില്ല. നമ്മളെല്ലാം ക്ലോസ്ഡ് ആയി, എല്ലാവരും, എല്ലാ വ്യക്തികളും, എല്ലാ കുടുംബങ്ങളും സമൂഹങ്ങളും ഒക്കെ ക്ലോസ്ഡ് ആയി. അതായത് സമൂഹം പറയുകയാണെങ്കിൽ റിലീജിയസ് ആയിട്ട് ക്ലോസ്ഡ് ആയി, കുടുംബങ്ങൾ എന്റെ കുടുംബം എന്നുള്ള രീതിയിൽ ക്ലോസ്ഡ് ആയി. വ്യക്തികളുടെ മുറികളിൽ, ഒരു വീട്ടിൽ 3 ആളുണ്ടെങ്കിൽ 3 മുറിയിൽ 3 മൊബൈൽ പിടിച്ചിരിക്കുന്ന കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എല്ലാവരും ക്ലോസ്ഡ് ആയി, എല്ലാവരും ഉള്ളിലേക്ക് വലിഞ്ഞു. ആരും വാതായനങ്ങൾ തുറന്നിടുന്നില്ല, പുറമേ ഉള്ളത് കിട്ടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജനല് തുറന്നിടുക, വാതിലൊന്ന് കുറച്ചു നേരം തുറന്നിടുമ്പോഴാണ് സൂര്യപ്രകാശം വീടിനകത്തേക്ക് വരിക. അല്ലെങ്കിൽ കുറച്ചു നേരം പുറത്തിറങ്ങി ഒന്ന് നടക്കുക. സൂര്യപ്രകാശം കിട്ടാവുന്ന രീതിയിൽ നമ്മൾ പുറത്തിറങ്ങി കുറച്ചു നേരം നടന്ന്, സൂര്യപ്രകാശം ആർക്കും ഒരു പൈസ കൊടുക്കാതെ കിട്ടുന്നതാണ്. ഈ 3 കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് വളരെ ശ്രദ്ധയോടെ നമ്മൾ നോക്കിയാൽ നമുക്ക് അച്ചീവ് ചെയ്യാം, നമുക്ക് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കും. അടുത്ത ഘടകമാണ് സമീകൃത ആഹാരം, പോഷകാഹാരം. എന്റെ അറിവ് ശരിയാണെങ്കിൽ 3-ാം ക്ലാസ് തൊട്ട് എൻവയോൺമെന്റൽ സ്റ്റഡീസ് അല്ലെങ്കിൽ സയൻസിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? സമീകൃത ആഹാരം കഴിക്കണം. ഫ്രൂട്ട്സ്, മീന്, പാല്, മുട്ട, വലിയൊരു ടേബിളും ചാർട്ടും ഒക്കെ ടീച്ചർമാർ കൊണ്ടുവച്ച് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. പക്ഷെ പിന്നാലെ അടുത്ത ദിവസം ടീച്ചർ എന്താ പഠിപ്പിക്കാന്നറിയോ? ഞാൻ എക്സ്പീരിയൻസ് എന്ന് പറയാം. ഒരു ദിവസം സമീകൃതാഹാരത്തിന്റെ ചാർട്ട് പഠിപ്പിച്ചാല് പിറ്റേ ദിവസം ഭക്ഷണത്തിലുള്ള മാലിന്യങ്ങളെ കുറിച്ച് കുട്ടികളോട് പഠിപ്പിക്കും. ഈ കുട്ടികൾ എന്ത് ചെയ്യും? ഫ്രൂട്ട്സ് കഴിക്കുന്നത് പഠിപ്പിക്കും, പിറ്റേ ദിവസം ഫ്രൂട്ട്സില് മായം ചേർത്ത കാര്യങ്ങളെ പഠിപ്പിക്കുന്നത്. മാംസം വേണമെന്ന് പറയും, ആ മാംസത്തിനെ കുറിച്ചിട്ട് അധികം ഞാൻ കേട്ടിട്ടില്ല. മീനുകളെ, ഫിഷിലെ മാലിന്യങ്ങളെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടികൾ പത്രമാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയുന്നതും. അപ്പൊ കൊച്ചിലെ തൊട്ട് തന്നെ നമ്മൾ എന്ത് സമീകൃത ആഹാരം കഴിക്കണം എന്നുള്ളതിൽ കൺഫ്യൂസ്ഡ് ആണ്. ഇന്ന ഫുഡില് ഇന്ന വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. പക്ഷെ അത് എത്രമാത്രം ശുദ്ധമാണ്, എത്രമാത്രം നമ്മുടെ ശരീരത്തിന് കഴിക്കാൻ പാടുള്ളതാണ്? നമ്മൾ നല്ലതെന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. സമീകൃത ആഹാരം ലഭിക്കണം. ഒരു പരിധി വരെ കേരളത്തില് സ്വന്തം വീട്ടാവശ്യങ്ങൾക്ക് കൃഷി ചെയ്തിരുന്ന മാതാപിതാക്കളുള്ള കുടുംബങ്ങളില് നമുക്കറിയാം, രാവിലെ മാതാപിതാക്കള് മുറ്റത്തിറങ്ങും, അമ്മമാര് മുറ്റത്തിറങ്ങി ചീരയും പയറും വെണ്ടക്കായൊക്കെ പറിച്ച് തോരൻ വെച്ച് സാമ്പാർ വെച്ച് നമുക്ക് തരുമ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു ആരോഗ്യം കിട്ടിയിരുന്നു അല്ലെ? കാരണം വളരെ ഫ്രഷ് ആയിട്ട്, അതിൽ നിന്നൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മളൊക്കെ ഇപ്പൊ ഈ മഴക്കാലത്തൊക്കെ മുറ്റത്ത് ഇറങ്ങി ഒരു പേരയ്ക്ക പൊട്ടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് പൊട്ടിച്ചു, നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ മതി. നമ്മൾ എന്താ പറയാ, പുളിവെള്ളത്തിലിട്ടിട്ട് വിനാഗിരിട്ടൊന്നും കഴുകണ്ട, നമ്മുടെ മുറ്റത്തുള്ളതാണ് അല്ലെ? എന്തുകൊണ്ട് ജസ്റ്റ് കഴുകുന്നത്? പണ്ടൊന്നും ചാമ്പക്കായ പൊട്ടിച്ച് അങ്ങനെ തുടച്ച് കഴിക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ പകർച്ചവ്യാധികൾ പേടിച്ചൊന്ന് കഴുകി ഉപയോഗിക്കും, അത്ര തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മുറ്റത്തുള്ള ചാമ്പക്കായ, പേരക്കായ മുതലായ കുറെ ഫ്രൂട്ട്സ് നമുക്കുണ്ട്, പച്ചക്കറികളുണ്ട്. പക്ഷെ അതിനെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമുക്ക് വലിയ വലിയ രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല, വലിയ മാരക രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് സമീകൃത ആഹാരം കിട്ടണം. പക്ഷെ ഇന്ന് കാലഘട്ടത്തില് പറയാതെ നിവൃത്തിയില്ല. നമ്മൾ എത്രമാത്രം ഡയറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ചാലും നമുക്ക് ആവശ്യമായ സമീകൃത ആഹാരം നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നില്ല.
ഇന്ന് ജിമ്മന്മാരൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് മക്കളൊക്കെ ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, എല്ലാവരുടെ മക്കൾ ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് പ്രോട്ടീന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞവര് കുറെ പ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ സമീകൃത ആഹാരത്തിലേക്ക് ആരും തന്നെ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? അതിന് ഉപയുക്തമായ സപ്ലിമെന്റുകള് നല്ല കമ്പനികളുടെ കണ്ടെത്തി പിടിക്കണം. ദൈവാനുഗ്രഹത്താല് ഇന്ന് നമ്മുടെ കമ്പനി നമുക്ക് ആവശ്യമായ നല്ല ഫുഡ് സപ്ലിമെന്റ്സ് തരുന്നുണ്ട്. അപ്പൊ ഫുഡ് സപ്ലിമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഓരോരുത്തരുടെയും ആരോഗ്യത്തിന്റെ ഗുണനിലവാരം അനലൈസ് ചെയ്യാനായിട്ട് സ്വയം അറിയുന്നവർ സ്വയം അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനറിയുന്ന വെൽത്ത് കൺസൾട്ടൻസിനെയോ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുള്ളവരെ സമീപിച്ച് ഡയറ്റീഷ്യനെയൊക്കെ സമീപിച്ച് എന്റെ ആരോഗ്യത്തിന് ഉപയുക്തമായിട്ടുള്ള സപ്ലിമെന്റ് നമുക്ക് തിരഞ്ഞെടുക്കാം. മിക്കവാറും ആളുകൾക്ക് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടാകും, ഡി ഡെഫിഷ്യൻസി ഉണ്ടാകും. നമ്മൾ സ്വയം ഡോക്ടർമാരാകുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ ഒരു പരിധി വരെ അത് ശരിയാണ്. കാരണം ഹോസ്പിറ്റലിൽ പോയാല് ജീവിതം നായ നക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് നിവൃത്തിയില്ല, സ്വയം ഡോക്ടർമാരായേ മതിയാവും, അറിവ് നേടിയേ മതിയാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ലേക്ക് ഷോറിനെ കുറിച്ച് റിപ്പോർട്ട് കണ്ടു അല്ലെ? അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വായിച്ചിരുന്നു എന്നറിയില്ല, അവയവ മാഫിയയെ കുറിച്ചിട്ട്. അപ്പൊ നമ്മൾ നല്ല ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ അനുഭവങ്ങൾ നമുക്ക് കാണുമ്പോൾ സ്വയം ഡോക്ടർമാരാകാനുള്ള ഇന്നത്തെ ജനങ്ങളുടെ ത്വരയെ നമ്മൾ അവഗണിക്കുന്നതിലും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നതിലും ഒരു പരിധിവരെ ശരിയൊന്നുമില്ല. സ്വയം അറിവ് നേടുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ആരോഗ്യത്തോടെ നിൽക്കുക, അതാണ് ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലും തെറ്റായ അറിവിലേക്ക് പോകരുത്, ശരിയായ അറിവ് നേടാനായിട്ട് ശ്രമിക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള സൂം മീറ്റിങ്ങുകളും നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ പരിശ്രമിക്കുന്ന കാര്യം. അപ്പൊ സമീകൃത ആഹാരം നമുക്ക് ഇന്ന് ലഭ്യമല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് അനുഗുണമായ പോഷണങ്ങൾ ലഭിക്കുന്ന സപ്ലിമെന്റ്സിലേക്ക് പോകണം. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ. 5-മത്തതാണ് മാഗ്നറ്റിക് എനർജി, എർത്ത് ഫാക്ടർ. നമ്മളെല്ലാവരും നമ്മൾ വീട് പണിതിട്ടുണ്ട് അല്ലെ? വീട് പണിയുമ്പോൾ ഒന്നുകിൽ വാടക വീട്ടിൽ താമസിക്കണമെങ്കിലാണെങ്കിലും നമ്മുടെ എല്ലാം വീടുകൾ, നമ്മൾ താമസിക്കുന്ന വീടുകളൊക്കെ എർത്തൻ ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഒരു കമ്പി വെച്ച് എർത്തൻ ചെയ്തിട്ടില്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂമിയുടെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ? അതിന്റെ ആവശ്യം നമുക്ക് അറിയാം, അറിഞ്ഞോ അറിയാതെയോ അവർ ചെയ്തിട്ടുണ്ട്. കൊച്ചിലൊക്കെ എന്തിനാണോ ഈ കമ്പി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വലുതായപ്പോ മനസ്സിലായി ഇത് എന്തിനാന്ന്. അപ്പോ നമ്മുടെ വീടിനെ എർത്തുമായിട്ട് കണക്ട് ചെയ്ത് സംരക്ഷിക്കണം എന്നുള്ളത് കൺസ്ട്രക്ട് ചെയ്യുന്നവർക്ക് അറിയാമെങ്കിൽ നമ്മളെ കൺസ്ട്രക്ട് ചെയ്ത് വിട്ടിരിക്കുന്ന സൃഷ്ടാവ് ചെരുപ്പിടാതെ ഭൂമിയിൽ നടക്കാനാണ് നമ്മളെ വിട്ടിരുന്നേ. നമ്മളെപ്പോഴും ഭൂമിയുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആയിട്ട് ജീവിക്കാനാണ് നമ്മളെ അവിടെ നിന്ന് സൃഷ്ടിച്ച് വിട്ടത്. നമ്മുടെ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ആശയങ്ങളും പുരോഗമനപരമായ കാര്യങ്ങളെല്ലാം നമ്മളെ സഹായിച്ച കാര്യമാണ് എന്ത്? ചെരുപ്പൊക്കെ ഇട്ട് വളരെ സ്റ്റൈലിലൊക്കെ നടക്കാൻ നമ്മളെ പഠിപ്പിച്ചു, നല്ല കാര്യം. പക്ഷേ അവിടെ നമ്മുടെ ആരോഗ്യമല്ലേ പോയത്? ചെരുപ്പിടാതെ നഗ്നപാതരായി നല്ല മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ, ഇപ്പൊ നല്ല മണ്ണെന്ന് പറയണം, പണ്ട് മണ്ണെന്ന് പറഞ്ഞാൽ മതി അല്ലെ? നല്ല മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ നമുക്ക് ആരോഗ്യം കിട്ടും. ഇന്ന് നമുക്ക് ഇത് 2 സാധ്യമല്ല. ഒന്ന്, ചെരുപ്പിടാണ്ട് നടക്കാൻ പറ്റില്ല, അകത്ത് പോലും ചെരുപ്പിടുന്ന അവസ്ഥയിലൂടെയാണ് ഞാൻ ഉൾപ്പെടെ നിങ്ങൾ പലരും കടന്നു പോകുന്നത് അല്ലെ? ചെരുപ്പിടാതെ നമുക്ക് നടക്കാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതിയിലേക്ക് നമ്മൾ എത്തി. 2, ചെരുപ്പിടാണ്ട് നടക്കാൻ തീരുമാനിച്ചു. മണ്ണുണ്ട് എവിടെയെങ്കിലും? നമ്മുടെ ആരെങ്കിലും വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ റോട്ടിലും മണ്ണുണ്ടോ? മുറ്റത്തൊന്നും നടന്നിട്ട് ഇപ്പൊ അത്രേ ആവാൻ പോണുള്ളൂ അല്ലെ? അപ്പൊ നല്ല മണ്ണുമില്ല, ഉള്ള മണ്ണ് മാലിന്യാണ്. വീടിന് ചുറ്റും കുറച്ച് പറമ്പുള്ളോ, അന്ന് അവിടെ നടക്കാന്ന് വെച്ചാല് നമ്മള് മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ പുല്ല് പോകാൻ വേണ്ടിയിട്ടേ വിഷം സ്പ്രേ ചെയ്യുന്നില്ലേ? അപ്പൊ പിന്നെ അതിൽ ചവിട്ടി നടക്കാൻ പറ്റൂ? നിവൃത്തില്ല, പാമ്പിനെ പേടിച്ചിട്ടാണ് ആളുകൾ സ്പ്രേ ചെയ്യുന്നത്. എല്ലാ സാഹചര്യങ്ങളാണ്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ വളങ്ങള്, രാസവളങ്ങളും എല്ലാം കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കുന്നവരാ. അപ്പോ അതൊക്കെ സമൂഹ ജീവിതത്തിലെ സമ്മർദ്ദം കൊണ്ട് മനുഷ്യൻ ചെയ്തു പോകുന്നതാ, അല്ലാതെ ആരും കുറ്റപ്പെടുത്തുന്നതല്ല. അങ്ങനെ വരുമ്പോ ചെരുപ്പിട്ടട്ടേ നമുക്ക് നടക്കാൻ സാധിക്കുള്ളൂ. എന്റെ ഒരു സുഹൃത്ത് പണ്ട് എലിപ്പനി മൂലം മരിച്ചിട്ടുണ്ട്. കാരണം അവള് ചെരുപ്പിടാതെ ഒന്ന് കടന്നതാ, ഒരു കാനയിൽ ചവിട്ടിയതാ. 24 വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടി മരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് തൊട്ട് ഞാൻ ചെരുപ്പ് കാൽമൊന്നും ഊരിട്ടില്ല. കാരണം എന്റെ സുഹൃത്ത് മരിച്ചത് എങ്ങനെയാ? ചെരുപ്പിടാതെ നടന്നത് കൊണ്ടാ. എന്റെ കാലിന്റെ അവസ്ഥ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കാം അന്നത്തെ കാലത്ത് എന്തായിരുന്നുള്ളത്. അപ്പൊ എന്റെ കാലിൽ നിറച്ച് മുറിവുകളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടം. അപ്പൊ ചെരുപ്പ് ഞാൻ എപ്പോഴും ഇട്ടിരുന്നു. നിങ്ങൾ പലരും അങ്ങനെ ഇട്ടുണ്ടായിരിക്കും. എനിക്ക് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ചെരുപ്പിടാതെ നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഭൂമി എന്ന് പറയുന്ന മാഗ്നറ്റിക് കോമ്പൗണ്ടിൽ നിന്ന് കിട്ടുന്ന എർത്ത് ഫാക്ടർ കിട്ടുന്നില്ല, മാഗ്നറ്റിക് എനർജി കിട്ടുന്നില്ല. നമ്മുടെ വീടിന് കിട്ടുന്നുണ്ട്, നമുക്ക് കിട്ടുന്നില്ല. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യണം?
ചെരുപ്പിടാതെ നടക്കാൻ സാധിക്കുന്നില്ല. ഇടാതെ നടക്കുമ്പോൾ നമ്മുടെ ശരീരവുമായിട്ടൊരു ടച്ച് വരും അല്ലെ, ഭൂമിയായിട്ട് ഇങ്ങനെ ടച്ച് വരും. ആ ടച്ച് വന്നാൽ മാത്രമാണ് മാഗ്നറ്റിക് എനർജി കിട്ടുള്ളൂ. അപ്പൊ അതിനുള്ള സംവിധാനം നമുക്ക് വേണം. ആ സംവിധാനം ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന മാഗ്നറ്റിക് പ്രോഡക്റ്റ് നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 5 ഘടകങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിൽ ബോധ്യമുണ്ടെങ്കിൽ ആര് നമ്മളോട് എന്ത് സംസാരിക്കാൻ വരുമ്പോഴും നമുക്കിത് ശാന്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് എടുത്തു ചാടൊന്നും വേണ്ടെന്നേ. ശാന്തമായിട്ട് നമ്മളുടെ മുൻപിൽ നിൽക്കുന്ന വ്യക്തി പറയുന്നത് ശാന്തമായി കേട്ടതിന് ശേഷം, എന്റെ സുഹൃത്ത് താങ്കൾക്ക് ഇന്നത് കുറവുണ്ട്, ഇന്ന സംഭവമാണെന്ന് മനസ്സിലാക്കാൻ ഈ 5 ഘടകങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ അറിവ്, ഈ അറിവ് നമ്മൾ ഓരോരുത്തരും പഠിച്ചത് എത്രാം ക്ലാസ്സിലാണെന്ന് അറിയോ? 3-ാം ക്ലാസ്സിലാണ് കേട്ടോ. പക്ഷെ നമ്മൾ പ്രാവർത്തികമാക്കുന്നത് ഈ പ്രായത്തിൽ എത്തിയിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. 3-ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ് ഈ കാര്യം. പക്ഷെ അത് പഠിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അന്ന് ബൈഹാർട്ട് പഠിച്ചതേ. അതുകൊണ്ടാണ് അത് പ്രാവർത്തികമാക്കാനുള്ള പ്രാവർത്തിക വിജ്ഞാനം, പ്രാവർത്തിക പരിജ്ഞാനം നമുക്ക് ഇല്ലാതെ പോയി. അത് നമുക്ക് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് ഹാപ്പൻഡ്. അപ്പൊ നമുക്ക് ഈ 5 കാര്യങ്ങൾ വേണം. ഈ 5 കാര്യങ്ങളില് ഞാൻ പറഞ്ഞു, വായു, വെള്ളം, സൂര്യപ്രകാശം ഫ്രീ ആണ്. സപ്ലിമെന്റേഷൻസ് നമ്മുടെ കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതിനെ കുറിച്ച് പറയാം. അതിനു മുൻപായിട്ട് 5ാമത്തെ ഫാക്ടറിനെ കുറിച്ച് ഒന്നുകൂടെ ഞാൻ സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മാഗ്നറ്റിക് ഫാക്ടർ. അതായത് ഭൂമി ഒരു മാഗ്നറ്റിക് കോമ്പൗണ്ട് ആണ്. നമ്മൾ ചെരുപ്പിടാതെ നടക്കുമ്പോൾ ആ കോമ്പൗണ്ടിൽ നിന്നുള്ള മാഗ്നറ്റിക് എനർജി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനെ കറക്റ്റ് ചെയ്യാനും നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ, മെറ്റബോളിസത്തിനെ കറക്റ്റ് ചെയ്യാനും സഹായിക്കും. അങ്ങനെ സഹായകമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ പല കാരണന്മാരും മുതിർന്ന തലമുറയും വളരെ ആരോഗ്യത്തോടു കൂടെ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം 105 വയസ്സായ ഒരു അമ്മച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഞാൻ ഗ്രൂപ്പിൽ കണ്ടു. അപ്പൊ ഇതിനൊക്കെ കാരണം ഇവരൊക്കെ ചെരുപ്പിടാതെ ഒക്കെ നടന്ന വ്യക്തികളാണ്. ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് കഴിച്ച് ജീവിച്ച വ്യക്തികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ മാഗ്നറ്റിക് കോമ്പൗണ്ട് കിട്ടാത്ത ഈ സാഹചര്യത്തില് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. ആ കമ്പനിയുടെ MD ആയ ഡോക്ടർ സാഗർ ജോഷി സാറിനെ വളരെ സ്നേഹത്തോടെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രയത്നത്തിന്റെ, പഠനത്തിന്റെ, വിശകലനത്തിന്റെ എല്ലാം ഭാഗമായി അദ്ദേഹം സ്വന്തമായി നിയോഡൈമിയം എന്ന് പറയുന്ന മാഗ്നറ്റിനെ എങ്ങനെ നമ്മളെ പോലുള്ള ഓരോ വ്യക്തികൾക്കും ഉപകാരപ്രദമാക്കാം എന്നുള്ള ആശയത്തിലേക്ക് എത്തിച്ചേർന്നു. നിയോഡൈമിയം എന്ന് പറയുന്ന മാഗ്നറ്റ് ഭൂമിയിലുള്ള മാഗ്നറ്റ് തന്നെയാണ്. അത് ചിലര് പറയുന്നതായിട്ടുണ്ട് സാഗർ ജോഷി സാർ കണ്ടുപിടിച്ചതാണ്. അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും പറയരുത്. നിയോഡൈമിയം മാഗ്നറ്റ് എന്ന് പറയുന്നത് ഭൂമിയിലുള്ള മാഗ്നറ്റ് ആണ്. ആ മാഗ്നറ്റ് ഉപയോഗിച്ചിരുന്നത് സ്പേസ് ട്രാവലേഴ്സ്, എയറോപ്ലെയിന്റെ കോക്പിറ്റിലെ ചില ഇൻസ്ട്രുമെന്റ്സ്, അതിലൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. മനസ്സിലായോ? ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണ് എന്ത്, നിയോഡൈമിയം മാഗ്നറ്റ് എന്ന് പറയുന്നത്. സ്പേസ് ട്രാവലേഴ്സിന്റെ സ്യൂട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എങ്ങനെയാണ് അത് ഉപയുക്തമാക്കണമെന്ന് അറിയാൻ സുനിത വില്യംസ് നാളെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു വീഡിയോ സോഷ്യൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു. അതായത് നമുക്ക് ഗ്രാവിറ്റേഷൻ ഇല്ലാത്തൊരവസ്ഥയില് ശൂന്യാകാശത്തൊക്കെ സ്പേസിൽ ചെല്ലുമ്പോൾ അവർ പറന്നു നടക്കും. അതേസമയം സ്പേസ് സ്യൂട്ട് ഇടുമ്പോൾ അവർക്ക് കാലുറപ്പിച്ച് അവരുടെ സ്പേസ് ഷിപ്പിൽ കാലുറപ്പിച്ച് നിർത്താനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ്? അവിടെ ഗ്രാവിറ്റേഷൻ വരുന്നു, മാഗ്നറ്റിക് എനർജി വരുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പൊ അവര് ഉപയോഗിച്ചിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നിയോഡൈമിയം മാഗ്നറ്റ്. ഹൈലി എക്സ്പെൻസീവ് ആണ്. എന്നെ പോലെ, നിങ്ങളെ പോലെ, നമ്മളെ പോലെയുള്ള സാധാരണക്കാരന് അത് അഫോർഡബിൾ അല്ല. അതിനാൽ തന്നെ അത് എങ്ങനെ സാധാരണക്കാരിലേക്ക് എത്തിക്കാം എന്നുള്ള ഗവേഷണ നിരീക്ഷണ പഠനങ്ങളുടെ ഫലമായിട്ട് നാനോ ടെക്നോളജിയിൽ സയന്റിസ്റ്റ് ആയിട്ടുള്ള സാഗർ ജോഷി സാറ് നാനോ ടെക്നോളജി ഉപയോഗിച്ച് മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഈ സിൽവർ പൗഡർ രൂപത്തിൽ, അതായത് ഒരു കുഴമ്പ് രൂപത്തിലൊക്കെ കുഴിച്ചെടുത്ത് അതിന് സിൽവർ പൗഡർ രൂപത്തിൽ നമുക്ക് കിട്ടുന്ന സംസ്കരിച്ച നിയോഡൈമിയം മാഗ്നറ്റിന്റെ മണ്ണിന്റെ എർത്തൻ പൗഡറിന്റെ റെയർ എർത്ത് മാഗ്നറ്റിനെ കംപ്രസ് ചെയ്ത് നാനോ ടെക്നോളജി ഉപയോഗിച്ച് ബട്ടൺസ് രൂപത്തിലാക്കി, ചെറിയൊരു ബട്ടൺസിന്റെ രൂപത്തിലാക്കി നമുക്ക് ഓരോരുത്തർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്രൊഡക്റ്റുകളായിട്ട് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലൂടെ നമുക്ക് തരികയാണ് ചെയ്തത്. അപ്പൊ ആ പ്രൊഡക്റ്റുകളാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതും അതിന്റെ റിസൾട്ട് ആണ് ഇന്ന് സൂമിൽ വന്നിരിക്കുന്നത്. അപ്പൊ എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് നമുക്ക് സാഗർ ജോഷി സാറ് തന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം.
ബേസിക്കലി ഒരു വ്യക്തി അവരുടെ ജീവിതത്തിലെ അവരുടെ മെറ്റബോളിസം കറക്റ്റ് ആക്കാൻ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള 4 പ്രൊഡക്റ്റ് ആണ് വേണ്ടത്. ഒന്ന്, നമ്മൾ രാത്രി കിടന്നുറങ്ങും അല്ലെ. നമ്മുടെ ശരീരം, മനുഷ്യ ശരീരം എന്ന് പറയുന്നത് സെൽഫ് റിപ്പയറിംഗ് മെക്കാനിസം നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ്. അത് സെൽഫായിട്ട് റിപ്പയർ ചെയ്തോളും. മനുഷ്യ ശരീരം മാത്രമല്ല കേട്ടോ, ജീവനുള്ളവയെല്ലാം. ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ ഒക്കെ അവിടെ കുറെ, നിങ്ങളുടെ അവിടെ ഉണ്ടായിരിക്കും, കുറെ പട്ടികളുണ്ട്, നായ്ക്കളുണ്ട്. ആ നായ്ക്കള് ഇടയ്ക്ക് മണ്ണിലൊരു കുഴി കുഴിച്ച് ആ കുഴിയിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും വയ്യായ്ക ഉണ്ടെങ്കിൽ മണ്ണിൽ കുഴി കുഴിച്ച്, എന്റെ തോട്ടത്തിലൊക്കെ എപ്പോഴും ഒരു കുഴി ഉണ്ടാക്കും. കുഴി കുഴിച്ച് അവരവിടെ കിടക്കും, ആ മണ്ണിൽ അവിടെ കിടക്കും. അവരുടെ വയ്യായ്ക മാറുന്ന വരെ അവരവിടെ കിടക്കും. എന്തുകൊണ്ടാണ്? നമ്മളെ പോലെ ബുദ്ധിയില്ല ഉണ്ടെന്ന് നമ്മൾ കരുതാത്ത വ്യക്തികളാണ് നമ്മുടെ മറ്റു മൃഗങ്ങൾ അല്ലെ. അവർക്ക് പോലും അറിയാം അവർക്ക് വയ്യ എങ്കിൽ അവരുടെ അസുഖം മാറാനുള്ള ഒരു എനർജി ഭൂമിയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന്. അവർ കുറെ നാൾ ആ കുഴിയിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഹെൽത്തി ആയിട്ട് പോണ കാണാം. അവർക്ക് മാഗ്നറ്റിക് എനർജി കിട്ടി, മാഗ്നറ്റിക് ടച്ച് അവരുടെ ബോഡിയിൽ കിട്ടി. അപ്പോ മാഗ്നറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ റിപ്പയറിങ് നടക്കുന്നു. ഓൾറെഡി നമ്മൾ രാത്രി ഉറങ്ങുമ്പോഴാണ് നമ്മൾ പകലത്തെ എല്ലാ ജോലികളും കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ബോഡി സ്വയം റിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ റിപ്പയറിങ് ചെയ്യുമ്പോൾ ഇപ്പോ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത സാധാരണ ജനങ്ങള് രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ റിപ്പയറിങ്ങിന്റെ സ്പീഡ് കുറവാ. എന്താ കാരണം? ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് അല്ല. പുറമേ നിന്ന് വരുന്ന മാലിന്യങ്ങൾ, കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്ന മാലിന്യങ്ങള്, നല്ല രീതിയിൽ വിഷാംശങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അപ്പൊ ഓക്സിജന്റെ ഫ്ലോ കറക്റ്റ് ആക്കുന്നില്ല, അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അതുപോലെ തന്നെ രക്തയോട്ടം, രക്തധമനികളിലൂടെയുള്ള രക്തത്തിന്റെ പാച്ചൽ അങ്ങോട്ട് സ്പീഡ് കുറയ്ക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ബോഡി റിപ്പയറിങ് പതിയെ ആകുന്നു. അപ്പൊ ആവശ്യത്തിനുള്ള റിപ്പയറിങ് നടക്കാതെയാണ് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നവര് എന്നുള്ള ക്ഷീണത്തോടു കൂടെ ഉറക്കത്തിൽ നിന്ന് നേരിട്ട് വീണ്ടും അവിടെ കിടക്കും അല്ലെ. ക്ഷീണം മാറി എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുൻ തലമുറയിലുള്ളവരൊക്കെ 5:30 മാക്സിമം എഴുന്നേറ്റ് അവര് ഫ്രഷായി അവർ പാടത്തും പറമ്പിലും പോകും, അല്ലെങ്കിൽ പള്ളിയിൽ പോകും, അമ്പലത്തിൽ പോകും. ആ ഒരു എനർജി ഇന്ന് പലർക്കും ഇല്ലാതായത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെയും ഓക്സിജന്റെയും ഫ്ലോ തടസ്സപ്പെടുന്നത് കൊണ്ടും ഈ ബോഡിയുടെ സെൽഫ് റിപ്പയറിങ് കറക്റ്റ് ആയിട്ട് നടക്കാത്തത് കൊണ്ടാണ്. അപ്പോ നമ്മുടെ കമ്പനി നൽകുന്ന നിയോഡൈമിയ മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ബെഡ് പാഡ് നമ്മുടെ ബെഡിന്റെ മുകളിൽ ഇട്ട് ആ പില്ലോയുടെ കവറിന്റെ ഉള്ളിൽ വെച്ച് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മാഗ്നറ്റിക് എനർജി രാത്രി കിട്ടുകയാണ്. നമ്മുടെ മാഗ്നറ്റിക് എനർജി കിട്ടുന്നു, ബ്ലഡ് സർക്കുലേഷൻ സ്പീഡാവാന്ന് പറയുമ്പോഴേ, കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയോട് പറഞ്ഞു, ഇത് കൂടുതലായിട്ടേ ബ്ലഡ് അങ്ങ് ഭയങ്കര സ്പീഡിൽ ഓടിയിട്ട് വല്ല പ്രശ്നം ഉണ്ടാവും എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ബ്ലഡ് സർക്കുലേഷൻ അത് ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. നിയോഡൈമിയം മാഗ്നറ്റ് നിങ്ങളുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ബ്ലഡ് കവിഞ്ഞു ഒഴിഞ്ഞു പോകുന്നില്ല. അത് ബ്ലഡ് സർക്കുലേഷനെ ബാലൻസ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കി നിർത്തുന്നു, ബാലൻസ് ചെയ്യുന്നു. ഭൂമിയിൽ പലതും ഉണ്ട്, എല്ലാം നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നില്ലല്ലോ, നമുക്ക് ആവശ്യമുള്ളതല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഇപ്പൊ രാത്രി നമ്മൾ ഇതിൽ കിടക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ റിപ്പയറിങ് കറക്റ്റായി നടക്കുന്നു. എളുപ്പം ഞാൻ പറയാം, ഒരു റിപ്പയറിങ് നടന്നാൽ ക്ലീനിങ് ആണ് നടക്കുന്നത് അല്ലെ. അവിടെ നമുക്ക് കുറെ വേസ്റ്റേജസ് ഉണ്ടാവും, അത് പുറത്തു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേറ്റ് പകൽ സമയം നമ്മൾ ഒരു 2, 3, 3.5 ലിറ്റർ വെള്ളം കുടിക്കണം. നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച്. എല്ലാ മെഡിക്കൽ സയൻസും പറയുന്നുണ്ട് വെള്ളം കുടിക്കണം എന്ന്. ഇപ്പൊ പല പഠനങ്ങളും ആധുനിക മെഡിക്കൽ സയൻസ് തെറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പുതുതായിട്ട് അവർ പറയുന്നുണ്ട് ഒരു 25 കിലോ തൂക്കമുള്ള വ്യക്തി 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതി എന്ന്. തെറ്റായ പഠനമാണ് കേട്ടോ, തെറ്റായ പ്രചരണമാണ്. 20 കിലോ ശരീരഭാരമുള്ള വ്യക്തി 1 ലിറ്റർ വെള്ളം കുടിക്കണം. ഇനി ആ വ്യക്തി എന്തെങ്കിലും രോഗമുണ്ട്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വെള്ളം കുടിക്കരുത്, അപ്പൊ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. രോഗി ഡോക്ടറുടെ നിർദ്ദേശം അനുസരിക്കണം, ആരോഗ്യവാൻ വെൽനസ് കൺസൾട്ടന്റിന്റെ നിർദ്ദേശം അനുസരിക്കണം. ആരോഗ്യം ആഗ്രഹിക്കുന്നവർ വെൽനസ് കൺസൾട്ടന്റിനെ കൺസൾട്ട് ചെയ്യണം. രോഗം മാറാന്ന് വെച്ചാൽ ഞാൻ പറയാം, ഷുഗർ മാറി, ഷുഗറിന്റെ ഒപ്പം കൊളസ്ട്രോളും കൂടി വന്നു, ഒരു മാറ്റം വന്നു അല്ലെ. പിന്നീട് ഒരു മാറ്റം വന്നു, പ്രഷറും കൂടെ വന്നു. അങ്ങനെ മാറ്റി തരാനും താൽക്കാലികമായിട്ട് നമുക്ക് ആരോഗ്യമുണ്ടെന്ന് നമ്മൾ തോന്നിപ്പിക്കുവാനും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അലോപ്പതി, ആയുർവേദ എല്ലാ മരുന്നുകൾ ഡിപ്പെൻഡ് ചെയ്യാം. ഞാൻ റിമൈൻഡ് ചെയ്യാണ്, ഞാൻ ഒരു രോഗത്തിന് എതിരല്ല. എന്റെ മകനും ഡോക്ടറാണ്, അതുകൊണ്ട് മരുന്നുകൾക്കും ഡോക്ടർമാരുടെ ചികിത്സകൾക്കും ഞാൻ എതിരല്ല. ഞാൻ പറയുന്നത്
രോഗത്തെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഏത് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിരുന്ന് വരുന്ന വ്യക്തി വീണ്ടും റെസ്റ്റിലേക്കാ പോകുന്നത്, അല്ലേ? പൂർണ്ണമായിട്ട് മാറിയിട്ട് ആരോഗ്യത്തോടു കൂടെ തിരിച്ചു വരുന്നില്ല എന്ന്. ആ രോഗാവസ്ഥ, പനി ഉണ്ടെങ്കിൽ പനിക്കുന്നില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു, അല്ലെ? അത്രയേ ഉള്ളൂ. അല്ലാതെ പനി പൂർണ്ണമായിട്ട് മാറി ആരോഗ്യത്തോടെ നാളെ ജോലിക്ക് ജോയിൻ ചെയ്യാവുന്ന രീതിയിൽ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഒരു വ്യക്തിയും ഡിസ്ചാർജ് ആയിട്ട് വരുന്നില്ല. അപ്പൊ നമ്മള് പക്ഷെ നമുക്ക് ആ രോഗം മാറ്റി കിട്ടണ്ടേ? അത് വേണം. അതിന് അലോപ്പതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം, ആയുർവേദത്തെ ഡിപ്പെൻഡ് ചെയ്യാം, മറ്റു മേഖലകളെ ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷെ നേച്ചുറോപ്പതി മേഖലകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആരോഗ്യത്തെ ഉണ്ടാക്കുമ്പോൾ രോഗത്തിന് നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കാതെ വരും. അപ്പൊ നമ്മൾ ഈ ബെഡ് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സെൽഫ് റിപ്പയറിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ ആ റിപ്പയറിങ്ങിന്റെ വരുന്ന വേസ്റ്റേജസ് നമ്മുടെ ശരീരഭാരം അനുസരിച്ച് വെള്ളം കുടിക്കണം. 60 കിലോ തൂക്കമുള്ള വ്യക്തി എത്ര ലിറ്റർ കുടിക്കണം? 3 ലിറ്റർ കുടിക്കണം, അല്ലെ? അതനുസരിച്ച് ചിലര് 70 കിലോനായിരിക്കും, ചിലര് 46 കിലോനായിരിക്കും. 40 കിലോ ഉള്ള ആൾ 2 ലിറ്റർ വെള്ളം കുടിക്കണ്ടു. മനസ്സിലായോ? ഇനി ഇത് കുടിക്കുമ്പോ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ട്, പെട്ടെന്ന് ഇതുവരെ വെള്ളം കുടിക്കുന്ന ശീലമില്ലാത്ത വ്യക്തി എന്നാ ഇത് കേട്ട് നാളെ തൊട്ട് 3 ലിറ്റർ കുടിക്കാന്ന് പറഞ്ഞാൽ പെട്ടുപോകും കേട്ടോ. കിഡ്നിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. കിഡ്നിക്ക് അത് മുഴുവൻ ഫിൽട്ടർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അത് ശീലിപ്പിച്ചിട്ടില്ല. സ്ലോലി ആണ് വെള്ളത്തിന്റെ കുടിക്കുന്ന രീതി മാറ്റിയെടുക്കേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് കേട്ടത് മതി കേൾക്കാത്തത് മതി ആരും ചെയ്തേക്കരുത്. അപ്പൊ വെള്ളം കുടിക്കണം. അപ്പൊ എന്താ ഉണ്ടാവും വെള്ളം കുടിക്കുമ്പോ? നമ്മള് രാത്രി റിപ്പയറിങ് ചെയ്ത് ബോഡിയിൽ നിന്ന് പുറന്തള്ളാൻ പെടാനായിട്ട് തയ്യാറായി നിൽക്കുന്ന സെഡിമെന്റ്സ് രാവിലെ നമ്മൾ യൂറിനും മോഷനും ഒക്കെ പോകുമ്പോൾ കുറെ പോയി, എന്നിരുന്നാലും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന ബാക്കിയുള്ള സെഡിമെന്റ്സ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ ഈ വെള്ളം കുടിക്കുന്നതിലൂടെ ഡേ ടൈമിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകും. യൂറിനായിട്ടും വിയർപ്പായിട്ടും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ നമ്മുടെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെയുള്ള എല്ലാ ആന്തരിക അവയവങ്ങളും കഴുകി ക്ലീൻ ചെയ്യപ്പെടും. ഞാൻ പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷ പറയണ്ട, സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ലോ. ക്ലീൻ ചെയ്യപ്പെടും, റിപ്പയർ ചെയ്യപ്പെടും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ അത്ര അധികം ഇല്ല, ഐസ് കേക്ക് മേടിക്കാറുണ്ട്, അല്ലെ? ഐസ്ക്രീം കോട്ടിംഗ് ഉള്ള കേക്കാണ് പണ്ട് എല്ലാവരും മേടിക്കുക. ഇപ്പോഴും നമ്മൾ അങ്ങനത്തെ കുറെ കഴിക്കുന്നുണ്ട്. ആ കേക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത, ആ കേക്ക് നമ്മൾ ഐസ് കോട്ടിങ് കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാല് പിന്നെ അത് സോപ്പിട്ട് കഴുകിയ എത്ര നേരം സോപ്പിട്ട് കഴുകിയാലോ കൈ ക്ലീൻ ആവുക? ആ ഗ്രീസി കൺസിസ്റ്റൻസി കയ്യിൽ നിന്ന് പോവില്ല. ഈ സംഭവം വയറ്റിലല്ലേ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മള് സോക്കോൾഡ് കുറെ ജങ്ക് ഫുഡുകളൊക്കെ ട്രൈ ചെയ്യുന്നവരൊക്കെ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഹോട്ടലിൽ പോയിട്ട് കൈ നല്ലോണം സോപ്പിട്ട് കഴുകുന്നുണ്ട്. ഇത് നമ്മുടെ ഉള്ളിലേക്കേ പോയിരിക്കുന്നേ. അവിടെ ക്ലീൻ ചെയ്യാൻ എന്ത് ചെയ്യണം? സോപ്പിട്ട് കഴുകാൻ പറ്റില്ല. അവിടെ നമുക്ക് വേണ്ടത് ബ്ലഡ് സർക്കുലേഷന് നല്ല രീതിയിൽ കറക്റ്റ് ആക്കി കൊടുത്തുകൊണ്ട് ആ മാലിന്യങ്ങളെ അടിച്ചു കഴുകി വൃത്തിയാക്കണം. എങ്കിൽ മാത്രമേ ക്ലീൻ ആവുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ മൂവ്മെന്റ് കുറഞ്ഞാൽ ശരിയാവോ? മൂവ്മെന്റ് കുറഞ്ഞ സെഡിമെന്റ്സ് ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും അടിഞ്ഞുകൂടില്ലേ? അങ്ങനെ അടിഞ്ഞുകൂടുമ്പോ ഏത് അവയവത്തിനെയാണോ സെഡിമെന്റ്സ് അടിഞ്ഞുകൂടി ശരീരത്തിൽ ബാധിക്കുന്ന സെഡിമെന്റ്സ് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാകാനാട്ടോ. അതായത് ശരീരത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ള ഇന്റേണൽ ഓർഗൻസിൽ അടിഞ്ഞുകൂടുമ്പോ ആ ഓർഗൻ അങ്ങ് കേടാവും. ആ ഓർഗൻ കേടായി എന്താ ഉണ്ടാവുക? അങ്ങോട്ട് പ്രവർത്തനം നിലയ്ക്കും. അതിനനുപാതികമായിട്ടുള്ള രോഗങ്ങളിലോട്ട് നമ്മൾ വരും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ രോഗം ശമനത്തിനുള്ള മരുന്നാണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, കൂടുതൽ ആളുകളും ഇന്ന് ഡയബറ്റിക് പേഷ്യൻസ് ആണ്. ഡയബറ്റിക്കുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ഡയബറ്റിക്സ് ആണ്. പാൻക്രിയാസിന്റെ പ്രവർത്തനം നിൽക്കാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാൻക്രിയാസിന് ചുറ്റും ആവശ്യമില്ലാത്ത ഘടകങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ മതി. അവ കടിഞ്ഞുകൂടി കഴിയുമ്പോ എന്താണ്ടാവുക? പാൻക്രിയാസ് പ്രവർത്തിക്കാണ്ടാവും. ഇൻസുലിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ ആകും. ഇന്ന് വളരെ നല്ല പേര് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അല്ലെ? കേൾക്കുമ്പോൾ നല്ല ഉഷാറായി. അപ്പൊ ഇൻസുലിൻ ശരീരത്തിൽ ഇല്ലാണ്ടാവുമ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പഞ്ചസാരയെ ഗ്ലൂക്കോസ് എനർജി ആക്കിയിട്ട് മാറ്റാനായിട്ട് ശരീരത്തിന് സാധിക്കില്ല. ആ പഞ്ചസാര നമ്മുടെ ബ്ലഡിൽ തന്നെ കിടക്കും. രാവിലെ എഴുന്നേറ്റ ക്ഷീണാണ്, എഴുന്നേൽക്കാൻ വയ്യ, ഭയങ്കര ക്ഷീണം, പ്രവർത്തിക്കാൻ വയ്യ. അപ്പൊ എല്ലാവരും പറയും മടിയാണെന്ന്. അതൊന്നല്ല, നമുക്ക് ക്ഷീണം കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റാത്തതാ. കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രവൃത്തി വരുമ്പോ ഹോസ്പിറ്റലിൽ പോകും, ഡോക്ടർ എഴുന്നേൽക്കാൻ വയ്യ, ക്ഷീണം, ഞാൻ കുറച്ച് ഭക്ഷണമേ കഴിച്ചോളൂ എന്നിട്ടും ക്ഷീണം. അപ്പൊ ഡോക്ടർ പറയും ഷുഗർ ടെസ്റ്റ് ചെയ്തോളാൻ പറയും. ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡിൽ ഷുഗർ ഉണ്ട്. വേഗം ഇൻസുലിൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഗുളികകൾ നമുക്ക് ആദ്യം ഗുളിക തരുള്ളൂ. ഗുളിക ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും, നമ്മൾ കഴിക്കും. നല്ല ഡോക്ടർ, നമുക്ക് ഷുഗർ ഇല്ല, നമ്മൾ ഓക്കെ ആയി, നമ്മളും ഹാപ്പി, ഡോക്ടറും ഹാപ്പി.
അവിടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ? പാൻക്രിയാസ് റിപ്പയർ ചെയ്തിട്ടുണ്ടോ? കുറെ മാസങ്ങൾ കഴിയുമ്പോ ഓരോ ചെക്കപ്പും പിന്നെ ഡോക്ടർ പറയൂട്ടോ, ഷുഗറിന് ലൈഫ് ടൈം മരുന്ന് കഴിക്കേണ്ടി വരും, ഇതങ്ങനെയാണ്. ഓക്കെ, നമ്മൾ ഹാപ്പി, നമ്മൾ വിശ്വസിച്ചു. അത് കഴിഞ്ഞ് വന്ന് ഓരോ സ്റ്റെപ്പിലൂടെ പോകുമ്പോഴും ഇതിന്റെ അളവ് കൂട്ടുകയാണ്. അവസാനം 2 നേരം ഇൻസുലിനിലേക്ക് എത്തുന്ന അവസ്ഥ വരുന്നു. പിന്നീട് അത് മറ്റു അവയവങ്ങളെ മാറ്റുന്നു, അവയവങ്ങളിലേക്ക് എത്തുന്നു. അതാണ് പറഞ്ഞ അലോപ്പതി രോഗം മാറ്റി 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 കൊടുക്കുക എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ എന്താണ് കേട്? പ്രശ്നം എന്ന് പറയുന്നത് പാൻക്രിയാസിനാണ്. പാൻക്രിയാസ് ആണ് റിപ്പയർ ചെയ്യപ്പെടേണ്ടത്. നമ്മള് മാഗ്നറ്റിക് വാട്ടർ എനർജി, മാഗ്നറ്റിക് പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ, ബെഡ് പാഡിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ബോഡി റിപ്പയറിങ് കറക്റ്റ് ആകുന്നു. അത് കഴിഞ്ഞ് വെള്ളം കുടിക്കുമ്പോൾ വേസ്റ്റേജസ് പോകുന്നു, ഇന്റേണൽ ഓർഗൻസ് ക്ലീൻ ആവുന്നു. ഫുൾ ടൈം ഇങ്ങനെ ക്ലീൻ ആയി വരുമ്പോൾ പാൻക്രിയാസിന് ചുറ്റുമുള്ള എന്താണോ പാൻക്രിയാസിന്റെ വളർച്ചയെ നശിപ്പിച്ച ആ ഘടകം അതങ്ങ് ക്ലീൻ ആയിട്ട് പോകുന്നു, പാൻക്രിയാസ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ വരുമ്പോ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു 3 മാസമെങ്കിലും കഴിഞ്ഞ് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഡോക്ടർ പറയും, ഓ മിടുക്കനാണ്, മിടിക്കാണ് കേട്ടോ, അപ്പച്ചൻ അമ്മച്ചി അല്ലെങ്കിൽ ചേച്ചി ചേട്ടൻ മിടിക്കായിണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ മരുന്ന് കഴിക്കണ്ടല്ലേ, ഷുഗർ കുറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ വളരെ ഹാപ്പി, നമുക്കറിയാം എന്താ കാര്യം. എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന് ഇങ്ങനെ കൊടുത്തിട്ട് 2 നേരം ഇൻസുലിൻ എടുത്തിരുന്ന വ്യക്തിയാണ്. ഞാൻ ആദ്യമായിട്ട് പ്രൊഡക്റ്റ് കൊടുത്ത ഒരു 10 പേരിൽ ഉൾപ്പെട്ട വ്യക്തി, 2 നേരം ഇൻസുലിൻ എടുത്തിരുന്ന വ്യക്തിയാണ്. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഷുഗർ ഒട്ടും കാണാനില്ല. ആദ്യം 1 മാസം കഴിഞ്ഞപ്പോ ഇൻസുലിൻ നിർത്തി, ഗുളിക 2 നേരമാക്കി, അവിടെ നിന്ന് 1 നേരത്തെ ഗുളികയാക്കി. പിന്നെ ഡോക്ടർ പറഞ്ഞു താളിക്ക് ഒട്ടും ഷുഗർ ഇല്ല, ഒരു 3 മാസം ഒരു മരുന്നും കഴിക്കാതെ വരും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇല്ല, ഇപ്പൊ നോർമലാണ്, ഷുഗർ ഇല്ലല്ലോ, നിർത്തിക്കോളാൻ. ഞാൻ സോറിയാസിന് റിസൾട്ട് കിട്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് എന്റെ സുഹൃത്തിന് കൊടുത്തത്. പക്ഷെ എന്റെ സുഹൃത്തിന് മാറിയത് ഡയബറ്റിക്സാ. അതെന്താ അതിന്റെ അർത്ഥം? ഈ ശരീരം, അപ്പം നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെയുള്ള എല്ലാ അവയവങ്ങളും ക്ലീനായി റിപ്പയർ ചെയ്ത് എല്ലാം ആരോഗ്യത്തിലേക്ക് വരുമ്പോ അതിൽ ഒരു അവയവം മാത്രല്ലേ പാൻക്രിയാസ്. അപ്പൊ പാൻക്രിയാസിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്ന ആൾക്ക് പ്രത്യക്ഷത്തിൽ എന്തിന് റിസൾട്ട് കിട്ടി? ഡയബറ്റിക് മാറിയെന്ന് റിസൾട്ട് കിട്ടി. സ്കിന്നിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്ന ഒരാൾക്ക് പ്രത്യക്ഷത്തില് എല്ലാ ബോഡി ക്ലിയർ ആയി, പ്രത്യക്ഷത്തില് സ്കിൻ കംപ്ലൈന്റ് മാറിയെന്ന് മനസ്സിലായി. ഇനി പ്രഷർ ഉണ്ടായിരുന്ന ആൾക്ക് പ്രത്യക്ഷത്തില് ടെസ്റ്റ് ചെയ്യുമ്പോ എന്ത് കിട്ടി? പ്രഷർ മാറിയെന്ന് മനസ്സിലായി. എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രതിസന്ധി ഉണ്ട്, അത് മനസ്സിലാവാത്തവര് വീണ്ടും കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആരോഗ്യമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഓക്കെ, അല്ലാതെ ഇത് ഒരിക്കലും ഒരു മരുന്നല്ല എന്നുള്ള ബോധ്യത്തോടെ കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ബെഡ് പാഡ് ഉപയോഗിക്കണം. ബെഡ് പാഡിന്റെ ഒപ്പം പില്ലോ പാഡ് ഞാൻ പറഞ്ഞു. പില്ലോ പാഡ് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പില്ലോ പാഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ എന്തോ അസുഖം മാറിയ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സാക്ഷി ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അതായത് പില്ലോ പാഡ് ഉപയോഗിക്കുമ്പോൾ തലയിലൂടെയുള്ള എല്ലാ ഞരമ്പുകളുടെയും രക്തയോട്ടത്തിന് അത് കറക്റ്റ് ചെയ്യാണ്. പഠനങ്ങൾ പറയുന്നത് ചെറിയ ചെറിയ മുഴകള്, കുരുക്കള്, മീൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഭാവിയിലേക്ക് ബ്രെയിൻ ട്യൂമർ വരെ എത്തിക്കാൻ, ചെറിയ ചെറിയ ട്യൂമറുകള് പിന്നീട് അത് വലിയ അവസ്ഥയിലേക്ക് എത്തിക്കാവുന്ന സംഭവങ്ങള് നമ്മുടെ തലയിൽ ഉണ്ടെങ്കിൽ ഈ പില്ലോ പാഡ് ഉപയോഗിക്കുന്നവർക്ക് അത് വരാതിരിക്കും. ഞാൻ എപ്പോഴും എല്ലാവരോടും ചോദിക്കാവുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ പില്ലോ പാഡ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും വരില്ല. നിങ്ങൾക്ക് എന്താ താല്പര്യം? ഇതൊന്നും ഉപയോഗിക്കാതെ നാളെ വന്ന് ബ്രെയിൻ ട്യൂമർ വന്നതിന് ശേഷം അയ്യോ എനിക്ക് ബ്രെയിൻ ട്യൂമർ ആയി എന്ന് പറഞ്ഞു വരുന്നതോ, ഇപ്പോൾ ജസ്റ്റ് ഈ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റില് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ അസുഖം വരാതിരിക്കുന്നതോ, ഇന്ന് നമ്മളൊരു ചിന്താശകലമാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നവർക്ക് ഇട്ടുകൊടുക്കുന്നത്. അപ്പൊ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട്, തലയോട്ടുമായി ബന്ധപ്പെട്ടത്, അതുപോലെ ഫിനൽ ഗ്ലാൻസിന്റെ പ്രവർത്തനങ്ങളെ കറക്റ്റ് ചെയ്യുന്നതിന്, ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങൾ ഒത്തിരി പേർക്കുണ്ട് അല്ലെ, ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങൾ, ഇവയെല്ലാം കറക്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഈ പില്ലോ പാഡ് എന്ന് പറയുന്നത്. അപ്പൊ പില്ലോ പാഡ് മതി, ബെഡ് പാഡ് വേണ്ടേ? നിങ്ങൾക്ക് തല മാത്രം മതിയാ, ബാക്കോട്ടിൽ ക്ലിയർ ആവണ്ടേ? അപ്പൊ പില്ലോ പാഡും ബെഡ് പാഡും എല്ലാവരും ഉപയോഗിച്ചേ മതിയാവും. അത് മസ്റ്റാണെന്നേ, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേര് ഉപയോഗിക്കണം. നമ്മുടെ സമൂഹത്തില്, നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഉപയോഗിക്കണം. നമ്മുടെ സുഹൃത്തുക്കൾ ഉപയോഗിക്കണം. ഉപയോഗിക്കാതെ വന്നവർക്ക് പിന്നീട് വന്നിട്ടുള്ള ആപത്തുകളൊക്കെ നമ്മൾ പലതും കേട്ടു അല്ലെ, കുഴഞ്ഞു വീണ മരണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാ. രാവിലെ തന്നെ അത് പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മൾ അത് ഉപയോഗിക്കണം. അടുത്തത് വാട്ടർ എനർജി പാഡ്. ഞാൻ വെള്ളത്തിന്റെ ഉപയോഗങ്ങളും ഉപകാരങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു തന്നു. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തിരക്കടിച്ച് നിന്ന് ഇങ്ങനെയുള്ള ഒരു കുടിയില്ലേ, വെള്ളം കുടി, അങ്ങനെ ഇതിങ്ങനെ കുപ്പി ഇങ്ങനെ പിടിച്ചോണ്ടുള്ള കുടി, അങ്ങനെ വെച്ചാൽ വെള്ളം കുടിക്കാതിരിക്കുക. അത് വെറുതെ കിഡ്നീനെ കേടാക്കുള്ളൂ, കിഡ്നിക്ക് സ്ട്രെയിൻ കൊടുക്കുള്ളൂ. പാവം അതിന് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ, അത് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത്
പണ്ട് ദൂരദർശനുള്ള കാലഘട്ടത്താ ന്യൂസ് ചാനലില് ഈ പാകിസ്ഥാനികൾ ഉണ്ടല്ലോ, ഒരുപക്ഷെ എനിക്കൊന്ന് ആ സമയത്തേക്കല്ല നമുക്ക് ദൂരദർശൻ വന്നിട്ടുള്ളൂ, കണ്ടിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന സമയത്താണ് കണ്ടിരിക്കുന്നത്. പാകിസ്ഥാനികള് റോട്ടിലിരിക്കും, വെള്ളം കുടിക്കും, നടു റോട്ടിലായിരിക്കും. അവരെവിടെയാണോ വെള്ളം കുടിക്കാൻ ദാഹിച്ച അവിടെ ഇരുന്നാ കുടിക്കും പാകിസ്ഥാനികള്. അന്ന് നമുക്ക് മലയാളം ചാനലുകളൊന്നും ലഭ്യമല്ലാത്തതുകൊണ്ടാണ് അതൊക്കെ അന്ന് കണ്ടിരുന്നത്. പിന്നീട് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഇരുന്നിട്ടേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. ഇരുന്നിട്ട് ഒറ്റയടിക്ക് കുടിക്കാനൊന്നും പാടില്ല. നമ്മൾ കുടിക്കുന്നത് പച്ചവെള്ളമാണ് അല്ലെ. എല്ലാവരും പറയച്ചോ പച്ചവെള്ളം ആയാലും ട്രോൺസ്ലൈറ്റിസ് വരുന്നത്. ഈ പച്ചവെള്ളം കുടിക്കുന്നത് കൊണ്ട് ഈ പച്ചവെള്ളം കുടിക്കുന്ന ട്രോൺസ്ലൈറ്റിസ് വരില്ല കേട്ടോ. കുടിക്കേണ്ടത് പോലെ കുടിക്കണം. പറഞ്ഞുതരാം. നമ്മുടെ ബയോമാഗ്നറ്റിക് വാട്ടർ നമ്മൾ കുടിക്കാൻ ആഗ്രഹിക്കുന്ന നേരത്ത് അത് ഒന്നുകിൽ ഗ്ലാസ്സിലെടുത്ത് വെക്കുക, കുപ്പികൊണ്ട് ഡയറക്റ്റ് കുടിക്കൊണ്ട് എനിക്ക് വിരോധമില്ല. ആ വെള്ളം ഇരുന്ന് വായിൽ പിടിക്കുക. വായിൽ പിടിച്ച് ഉമിനീരുമായിട്ട് കലർത്തണം. നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് വായിൽ നിന്നാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചവച്ചരച്ചിട്ട് വേണം കഴിക്കണമെങ്കിൽ. ചോറുണ്ണുമ്പോഴും പലഹാരങ്ങൾ കഴിക്കുമ്പോഴും ഖരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളോട് പറയും മിഴുങ്ങല്ലേ, ചവച്ചരച്ച് കഴിക്കി. എന്തിനാ അങ്ങനെ പറയുന്നത്? ദഹന പ്രക്രിയ ആരംഭിക്കേണ്ടത് വായിൽ നിന്നാണ്. ഉമിനീരിലുള്ള എൻസൈംസുമായിട്ട് കൂട്ടിക്കലർന്ന് വേണം നമ്മുടെ ദഹനം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ. അല്ലെങ്കിൽ ദഹനം നടക്കില്ല. സ്റ്റൊമക്കിൽ എത്തി കഴിഞ്ഞാൽ ദഹന രസത്തിന് പണി കൂടി കഴിഞ്ഞാൽ ശരിയാവില്ല. ആർക്കും ചെയ്യാൻ പറ്റുന്ന പണി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ദഹനരസത്തിന് ഓവർലോഡ് കൊടുക്കാണ്. ചവച്ചരക്കാതെ അങ്ങ് മിണുങ്ങാന്നില്ല പറയാ, തൃശ്ശൂർ ഭാഷ ഉപയോഗിക്കുന്ന കേട്ടോ. വിഴുങ്ങുമ്പോ വിഴുങ്ങുമ്പോ എന്താണ് ഈ ദഹനരസത്തിന് പണി കൂടും. അപ്പൊ അത് പാടില്ല. അതുപോലെ വെള്ളം നമ്മൾ കഴിക്കുമ്പോ അത് ഇൻടേക്ക് ചെയ്യുന്നതല്ലേ, വായിൽ പിടിക്കുക. 1 സെക്കൻഡ് പിടിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഉമിനീരുമായി കലർന്ന് വെള്ളത്തിന്റെ തണുപ്പ് മാറി ഒരു ചെറു ചൂട് വരും. ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നമ്മൾ ആ ഇറക്കുന്നത് ആ ചെറു ചൂടോട് കൂടിയാണ്. പതിയെ ഇറക്കുക, ഫീൽ ചെയ്ത് ഇറക്കുക. നമ്മൾ പറയില്ലേ മെഡിറ്റേഷൻ നിൽക്കുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യില്ലേ, നമ്മുടെ ബ്രീത്തിങ് ഫീൽ ചെയ്യില്ലേ, അതുപോലെ കുടിക്കുന്ന വെള്ളം നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ പോകുന്നുണ്ടെന്നുള്ളത് ഫീൽ ചെയ്ത് കുടിക്കുക. അതാണ് വെള്ളം ചവച്ച് കഴിക്കണം എന്നാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുക. അതായത് വെള്ളം ഉമിനീരുമായി കലർത്തി പതിയെ കുടിക്കുകയാണെങ്കിൽ നമ്മൾ 3 ലിറ്റർ വെള്ളം കുടിക്കുമ്പോ യൂറിൻ ഒന്നും 3 ലിറ്റർ പോകാണ്ടാവില്ല കേട്ടോ. അപ്പൊ പേടിക്കരുത്. കാരണം നമ്മുടെ ബോഡി മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നത് ഈ വെള്ളേ. കാരണം എല്ലാ നാടിഞ്ഞാൻപോളും ക്ലീൻ ചെയ്ത് വരുമ്പോ യൂറിന്റെ അളവ് കുറയില്ലേ. അതേസമയം പച്ചവെള്ളം ഇങ്ങോട്ട് കുടി കുടിച്ച് നോക്കിയാൽ അതങ്ങനെ തന്നെ പോവും താഴ്ത്തേക്ക്. അപ്പൊ അത് മനസ്സിലാക്കുക. നമ്മുടെ യൂറിന്റെ കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റ് ആവും. അപ്പൊ വെള്ളം ഇരുന്ന് കഴിക്കുക, ചവച്ച് കഴിക്കുക എന്നുള്ള രീതിയിൽ തന്നെ വേണം. ചവച്ച് ഇങ്ങനെ അരയ്ക്കാനല്ല പറയുന്നത്, വായിൽ പിടിച്ച് ഉമിനീരുമായി കലർത്തി പതിയെ വെള്ളം ഇറക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. അടുത്തത്, രാത്രിയൊക്കെ നമ്മൾ കിടക്കുമ്പോ ബെഡ് പാഡ് ഉണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, പിന്നെ പകലെന്ത് ചെയ്യും? പകലൊരു ക്ഷീണം വന്നാലോ? അതിനാണ് റിസ്റ്റ് ബാൻഡ്. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലുണ്ട് അല്ലെ റിസ്റ്റ് ബാൻഡ്? എല്ലാവരുടെ കയ്യിലുണ്ട്. നമ്മൾ എല്ലാവരും റിസ്റ്റ് ബാൻഡ് ഉപയോഗിക്കുന്നവരാണ്. ഈ റിസ്റ്റ് ബാൻഡ് നമ്മൾ പകൽ ഉപയോഗിക്കുമ്പോൾ ഈ മാഗ്നറ്റിക് എനർജി കിട്ടാണ്. ഇത് ഉപയോഗിച്ചിട്ട് ഉള്ള റിസൾട്ട് ഞാൻ വെരി ഗുഡ് അനിൽകുമാർ ചേട്ടൻ കാട്ടി തന്നു. അപ്പൊ എല്ലാവരും കാണിക്കുന്നുണ്ട്, വെരി ഗുഡ്. അപ്പൊ റിസ്റ്റ് ബാൻഡ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണങ്ങൾ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഉണ്ടായ ഒരു അനുഭവം പറയാം. ഞങ്ങളുടെ വീട്ടിലൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. എന്റെ ഗ്രൂപ്പിലുള്ളവരോട് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഗെറ്റ് ടുഗദറിന് അടുക്കളയിൽ വെള്ളം പോലും അല്ലെ. അപ്പൊ വഴുക്കും. അപ്പൊ ഞാൻ കാരണന്മാരോടൊക്കെ അടുക്കളയിൽ നിന്ന് അടുക്കളയിലെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ അങ്ങ് ഏറ്റെടുത്തു. എന്റെ 2 കൈയിലും റിസ്റ്റ് ബാൻഡ് ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. അവരൊക്കെ വീഴാതിരിക്കാൻ സൂക്ഷിച്ച് അവരെ നോക്കി അവസാനം ഞാൻ ഒന്നങ്ങ് വീണു അടിപൊളിയായിട്ട്. പക്ഷെ ആ വീഴ്ച കണ്ട് എല്ലാവരും പേടിച്ചു. എല്ലാവരും നിർബന്ധമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, എന്റെ കയ്യിൽ 2 കയ്യിൽ റിസ്റ്റ് ബാൻഡ് ഉണ്ട്. എനിക്ക് കാര്യമായിട്ട് പെയിൻ ഒന്നും ഫീൽ ചെയ്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ വീഴ്ച കണ്ടിട്ട് നോക്കണ്ട, എന്റെ 2 കയ്യിലും റിസ്റ്റ് ബാൻഡ് ഉണ്ട്, ഞാനിത് ഊരിയിട്ടില്ല, എനിക്ക് അതിലാണ് കിടക്കുന്നത്, ഈ വെള്ളമാണ് കുടിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം എനിക്ക് പെയിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ച ഒരാൾ വീണ് കൈയും കാലൊടിഞ്ഞാൽ കൊണ്ടുവരുന്നല്ല ഞാൻ പറഞ്ഞേട്ടോ. അത് നമുക്ക് വിവേകം ഉപയോഗിച്ച് ചെയ്യണേ. എനിക്ക് പെയിൻ ഫീൽ ചെയ്തില്ല. അപ്പൊ ഞാൻ വളരെയധികം സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊക്കെ ഉപയോഗിച്ചോട്ടാ. കാരണന്മാരും ഉപയോഗിക്കുന്നില്ല കേട്ടോ. കാരണന്മാര് ഡോക്ടർമാര് പറയുന്ന ഗുളികയുടെ ചെപ്പും കൊണ്ട് നടക്കണവരെല്ലാവരും. അവർക്ക് ഒരു ചെപ്പ് ഗുളികയില്ലെങ്കിൽ മനസമാധാനം കിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചോ. നിങ്ങളുടെ മുമ്പിൽ തന്നെയാ ഞാൻ ഈ തലതല്ലി വീണത്. എന്റെ മുട്ടടിച്ച് വീണേ. ഞാൻ വേഗം നമ്മുടെ നീ പാഡ് വെച്ച് കെട്ടി. പ്രിയപ്പെട്ടവരെ, ഡോക്ടറെ അടുത്തേക്കൊന്നും പോകേണ്ട വന്നില്ല. ദൈവം എന്നെ കാത്തു രക്ഷിച്ചു. പക്ഷെ പെയിൻ കില്ലർ ആണ് ഈ റിസ്റ്റ് ബാൻഡ് എന്ന്
പലരെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, വായിച്ചു കേട്ടിട്ടുണ്ട്, പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും ഇത്ര സ്ട്രോങ് ആയിട്ട് നമ്മുടെ പെയിന് റിലീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്നുള്ളത് എന്റെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടി. എന്റെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും പേടിച്ചു, അത്ര അടിപൊളി വീഴ്ചയാണ് വീണത്. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഞാൻ ഫുൾ ടൈം പിന്നെ ഒരു 2-3 ദിവസം നമ്മുടെ പുറത്ത് കെട്ടാനുള്ള ബാൻഡും വയറും കെട്ടാനുള്ള ബാൻഡും മുട്ടുമുള്ള ബാൻഡും ഒക്കെ കെട്ടി. അപ്പൊ എന്നോട് വീട്ടിൽ ചോദിച്ചു, അയ്യോ ഇത് ബ്ലഡ് അങ്ങ് തെറിച്ചു പോവില്ലെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് എത്ര മാഗ്നറ്റിക് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും ഇത് നമ്മുടെ ബാലൻസ് ചെയ്യുള്ളൂ, കൂടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ പ്രൂവൺ ചെയ്ത് എന്റെ വീട്ടിലുള്ളവർക്കും എന്റെ ബന്ധുമിത്രാദികൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടെ ദൈവം എനിക്ക് തന്നതായിരിക്കാം. അപ്പൊ ഈ റിസ്റ്റ് ബാൻഡിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇത് ജീവൻ രക്ഷാ ഉപാധിയാണ് മെയിൻ ആയിട്ട്. ഇത് കൈമ കെട്ടിയ കുഴഞ്ഞു വീഴില്ല, നമ്മുടെ ഹാർട്ടിന് നിൽക്കാൻ പറ്റില്ലാന്നേ, ഉറപ്പാ. എത്ര ഡൈയിങ് പേഷ്യന്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കെട്ടിക്കൊടുത്തോ, വെന്റിലേറ്ററിൽ ഇടുന്ന എഫക്റ്റ് ആണ് ഈ സാധനം കൈമ കിട്ടുമ്പോ. അനുഭവത്തിൽ നിന്നാ പറയുന്നേ. എന്റെ ഒരു പ്രിയ സുഹൃത്ത് മരണത്തോട് മല്ലിടുമ്പോ അവസാനം റിസ്റ്റ് ബാൻഡ് ഊരിയിട്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മരിച്ചത്. ഡോക്ടേഴ്സാണ് റിസ്റ്റ് ബാൻഡ് ഊരി വെച്ചത്. കാരണം ജീവിക്കാൻ ഒരു സ്കോപ്പും ഇല്ല, ക്യാൻസർ ആയിട്ട് എല്ലാ ഭാഗങ്ങളും കുട്ടിക്ക് ജീവിക്കാൻ മാർഗമില്ല. പക്ഷെ ഈ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഡോക്ടർ 2 മാസം ആയുസ് പറഞ്ഞൊരു വ്യക്തി 1.5 വർഷം കൂടുതൽ ജീവിക്കാനായിട്ട് സാധിച്ചു, വേദനകൾ കുറയാനായിട്ട് സാധിച്ചു. പക്ഷെ ലാസ്റ്റ് മൊമെന്റില് നമ്മുടെ സാഗർ ജോഷി സാറ് ഒരു ഫെബ്രുവരിയിൽ കേരളത്തിൽ വന്നില്ലേ, ആ ദിവസമാണ്. സാഗർ ജോഷി സാറിന് ഒത്തിരി കാണാൻ ആഗ്രഹിച്ചിരുന്ന എന്റെ പ്രിയ സുഹൃത്താണ്. അതുകൊണ്ട് എന്നെ ബോംബെക്ക് വിടാൻ പോലും അവൾ അനുവദിച്ചിട്ടില്ല. ഞാൻ വരാം, എന്റെ കൂടെ നിനക്ക് പോവാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവളെ കൂട്ടാതെ ഞാൻ സാഗർ ജോഷി സാറിനെ കാണാൻ എറണാകുളത്ത് പോയിട്ട് മടക്കം വരുമ്പോ അവളുടെ മരണം കഴിഞ്ഞു. ഈ റിസ്റ്റ് ബാൻഡ് ഊരി വെച്ച് 20 മിനിറ്റ് കഴിഞ്ഞപ്പോ മരിച്ചു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് ചോദിച്ചാൽ തെളിവൊന്നുമില്ല. പക്ഷെ അതുവരെ ആള് മരിച്ചില്ല. ഡോക്ടർ നേരിട്ട് ചോദിച്ചു, ഇയാൾ എന്താ മരിക്കാത്തേന്ന് വരെ ചോദിച്ചു. അത് വളരെ ഫീലിംഗ് ആയി പോയി. കാരണം നമുക്കറിയാം, ക്യാൻസർ വന്ന വ്യക്തി മരിക്കുന്നവരെ അവർക്ക് ഓർമ്മയുണ്ട് അല്ലെ. അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഉണ്ടായ സംഭവമാണ് കേട്ടോ. എന്റെ ഹാർട്ട് ടച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്റിമേറ്റ് ഫ്രണ്ടാണ് നഷ്ടപ്പെട്ടത്. അപ്പോ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇത് ജീവൻ രക്ഷാ ഉപാധിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു അസുഖം വരുമ്പോ ഇത് കൈമ കെട്ടി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുകയാണെങ്കിൽ എത്ര ഗേറ്റട വന്നാലും, എന്റെ ഒക്കെ വീട് ഞാൻ പുതുക്കാടാണ്, അവിടെ ഗേറ്റട കടന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ പോണെങ്കിൽ. എത്ര ഗേറ്റടയിൽ വന്നാലും, ഈ ഗേറ്റട പോട്ടെ, ഇന്ന് ഗേറ്റട അല്ല ഇമ്പോർട്ടന്റ്, റോഡ് ബ്ലോക്ക് അല്ലേ, റോഡ് ബ്ലോക്ക് വന്നാലും ആ വ്യക്തിയെ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാനും ജീവൻ രക്ഷിക്കാനും സാധിക്കും എന്നുള്ളത് പല അനുഭവങ്ങളുണ്ട്. നിങ്ങൾ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും ഞാൻ അതിന് സാക്ഷിയായിട്ടുണ്ട്. ജീവൻ രക്ഷിക്കുന്നതിന് എന്റെ റിസ്റ്റ് ബാൻഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ICUലേക്ക് പോകുന്ന വ്യക്തിക്ക് കൊടുത്തയക്കുമ്പോൾ റിസ്റ്റ് ബാൻഡ് തിരിച്ചു മേടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നഷ്ടപ്പെട്ട അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഇതിന്റെ ന്യൂസുകളൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ജീവൻ പോലെ രക്ഷിക്കാൻ സാധിക്കുന്ന ഈ റിസ്റ്റ് ബാൻഡ് കൈമ കെട്ടുന്നത് ഇന്ന് ഒരു അപമാനമല്ല, അലങ്കാരമായിട്ടാണ് ഞാൻ കൊണ്ട് നടക്കുന്നത്. ഏതൊരു ഫംഗ്ഷന് പോകുമ്പോഴും എന്റെ കൈമ ഈ സംഭവം ഉണ്ടാവും. പണ്ടൊക്കെ മറ്റുള്ളവർ ചോദിക്കും, ഇത് എന്തിനാ കെട്ടിയേക്കണെന്ന് ചോദിക്കും. ഞാൻ ചിരിക്കും. കാരണം അവർക്കൊക്കെ അറിയാലോ ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടെന്ന്. ഇപ്പൊ ആരും ഒന്നും ചോദിക്കേണ്ടായി. ഇപ്പൊ മറിച്ച് ചോദ്യം ഇങ്ങനെയാ, ഇത് കെട്ടിയിട്ട് ഗുണമുണ്ടല്ലേ എന്നിരിക്കും. ഞാൻ പറയും, എന്റെ കാലുമ്പ് നോക്കിക്കോ നിങ്ങള്, പിന്നെ വേറൊന്നും പറയാനില്ല എന്ന് പറയും. കാരണം എന്നോട് ചോദിക്കുന്നവര് എന്നെ അറിയുന്നവരായിരിക്കും, എന്റെ അസുഖം എന്തായിരുന്നു എന്ന് അറിയുന്നവരായിരിക്കും. എന്റെ കാല് കണ്ടാൽ മതിയല്ലോ, പ്രത്യക്ഷത്തിൽ മനസ്സിലാവും അവർക്ക്. അപ്പൊ അത് എന്റെ കാലുമ്പ് നോക്കിക്കോളൂട്ടാ. ഇനി എന്റെ കാലിനെ കുറിച്ച് അറിയാത്തവരോട് പറയാം, ഞാൻ സിവിയർ സോറിയാസിസ് പേഷ്യന്റ് ആയിരുന്നു. 12 വയസ്സ് മുതൽ തുടങ്ങിയതാണ്. 53ാമത്തെ വയസ്സിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് എനിക്ക് അസുഖം മാറിയത്. ഈ 12 വയസ്സ് മുതൽ 53 വയസ്സ് വരെ എന്റെ അപ്പച്ചൻ എന്റെ വീട്ടിലായിരുന്ന കാലം മുതൽ എന്റെ കല്യാണം കഴിയുന്ന കാലം വരെ അപ്പച്ചനും ചികിത്സിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ കിട്ടുന്ന ശമ്പളം മുഴുവൻ എന്റെ കെട്ടിയവൻ എനിക്ക് വേണ്ടി എന്നെ ചികിത്സിക്കാൻ ചെലവാക്കിയേക്കണം. പാവത്തിന് ഒരു സേവിങ് ഇല്ലാത്ത രീതിയിൽ എന്നെ ചികിത്സിച്ച് പണം നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ് എന്റെ ഹസ്ബൻഡ്. ഈ 53ാമത്തെ വയസ്സിൽ അവസാനം ഞാൻ ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അവസ്ഥ വന്നു. ഞാൻ 42 വയസ്സായപ്പോഴേക്കും ജോലിക്ക് പോകാൻ പറ്റാതെ, കാല് പൊട്ടിപ്പഴുത്ത തലയും പൊട്ടിപ്പഴുത്ത ഒരു ടീച്ചർക്ക് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ജോലി നിർത്തിയ വ്യക്തിയാണ്. അപ്പൊ എന്റെ തലയും കാലും കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഞാൻ വേറെ ഒന്നും പറയാറില്ല. പ്രിയപ്പെട്ടവരെ, സമയം അതിക്രമിച്ചു. മനോജ് സാർ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ 6:54 ആയിട്ടുണ്ട്. എന്റെ സമയം അതിക്രമിച്ചു എന്ന് മനസ്സിലായി. നമുക്ക് ആരോഗ്യത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഞാൻ മെയിൻലി ഇന്ന് ആരോഗ്യത്തെ കുറിച്ച് പറയാൻ മാത്രമാണ് വന്നതും. കാരണം ഇൻകം പ്ലാനെ കുറിച്ചും നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അവിടെ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് നടക്കുന്നത് അല്ലെ. നമ്മളൊരു സൊസൈറ്റിയിലുള്ള വ്യക്തിയാണ്. എല്ലാവരും സോഷ്യൽ ബീയിങ് ആണ്. നമ്മളെല്ലാവരും, നമുക്ക് എല്ലാവർക്കും 2-3 വ്യക്തികളെ പരിചയമുണ്ട്. നമ്മൾ ഈ പ്രൊഡക്റ്റുമായി ചെന്നിട്ട് ഒരാൾക്ക് കൊടുത്തിട്ട് അവരോട് പറയാണ്, നിങ്ങൾ 2 വ്യക്തികൾക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് പറയുമ്പോൾ ചിലർ പറയും, ഞങ്ങൾക്ക് 2 ആളെ കിട്ടാനില്ല എന്ന്. പച്ചക്കള്ളം.
കാരണം മനുഷ്യൻ സോഷ്യൽ ബീയിങ് ആണ്. രണ്ട് വ്യക്തികളെങ്കിലും ആത്മബന്ധമില്ലാത്തതായിട്ട് ഈ ലോകത്ത് ഒരാളും ഇല്ല എന്നുള്ളതാണ് സത്യം. അതായത് ആ പറയുന്ന വ്യക്തി നമ്മോട് പറയുന്നത് എനിക്കിത് ചെയ്യാൻ ഒഴിവില്ല എന്നാ. അപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. വളരെ സ്നേഹപൂർവ്വം പറയാം, തങ്ങൾക്ക് പറയാൻ മനസ്സില്ലെങ്കിൽ പറയണ്ട, രണ്ടാളില്ല എന്ന് പറയരുതെന്ന് പറയുമ്പോൾ അവര് തന്നങ്ങ് വന്നോളും. ഒത്തിരി റിസൾട്ടുകളും അനുഭവങ്ങളും പങ്കുവെക്കാനുണ്ട്. അതൊക്കെ അടുത്തൊരു അവസരത്തിലാകാം. ഇൻകം പ്ലാനെ കുറിച്ച് ഈ ദിവസങ്ങൾ വിശദമായി നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആരോഗ്യം കിട്ടുന്നതോടൊപ്പം നല്ല രീതിയിൽ വരുമാനം തരുന്ന ഒരു ദിവസം 1 ലക്ഷം രൂപ വരെ വരുമാനം കിട്ടുന്ന ഒരു ഇൻകം പ്ലാൻ ആണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്. ആ 1 ലക്ഷം രൂപ എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളത്, ഡീപ്പ് റൂട്ട് ലെവലിൽ ചെയ്താൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ എന്റെ ടീമിലേക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മീറ്റിംഗിൽ സക്സസ് ആയിട്ട് നിങ്ങളോട് വന്നിട്ട് ആ ഇൻകം പ്ലാൻ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ സമയം അധികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും തിരക്കുകളിലായിരിക്കും. താങ്ക് യു. സയൻസ് ക്ലാസ്സിൽ ഇരുന്ന ഒരു